ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ബയോളജിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ബയോളജിയിൽ നമ്മൾ ടോപ്പിക് എടുത്തത് ദഹനമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള SCERT NCERT ക്ലാസ്സുകൾ തരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ സിലബസിൽ നിന്ന് ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പഴയ SCERT, പുതിയ SCERT, NCERT അങ്ങനെയാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SCERT NCERTയിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരാം. ഇപ്പം നമുക്ക് സിലബസ് നമുക്ക് ഒരു എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടഫാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് NCERTയിൽ നിന്നായിരിക്കാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോളജിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സയൻസ് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ആദ്യം ചോദിച്ചിരുന്ന പോലെയല്ല, കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ കമൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, NCERTയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 10th പ്രിലിംസ് എക്സാമിന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ 4 ഘട്ടങ്ങളിൽ അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് SCERTയിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ലാസ്റ്റ് നടന്ന സ്റ്റേജിൽ നമുക്ക് NCERTയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കെമിസ്ട്രി ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ നമുക്ക് പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട പോയിൻറ്റ്സ് ഒക്കെ പഠിച്ച് വെച്ചിരിക്കണം. ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നില്ല. കാരണം ബയോളജി നോക്കുകയാണെങ്കിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് അത്രയ്ക്കും ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ പ്രധാനപ്പെട്ട ടേംസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ SCERT ക്ലാസ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് വൈസ് ആയിട്ട് ഇപ്പോൾ 5ാം ക്ലാസ്, 6ാം ക്ലാസ് അങ്ങനെ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകൾ ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ക്ലാസ് വൈസ് ആയിട്ടാണ് ഓരോ ചാപ്റ്റർ എന്താ പറയുക ഓരോ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രധാനമായിട്ടും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ആ ക്ലാസ്സുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാം ഓരോരോ വേർഡ് വായിച്ചിട്ട് നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണുന്നുള്ളവർ അത് പോയിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ NCERT ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തിട്ടെങ്കിൽ പോയി കാണാം. അതിൽ നമ്മൾ ഓരോ ഇപ്പോൾ NCERT നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ സിലബസ് നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം വായിച്ചെടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗങ്ങളുണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് തന്നെ ഇരിക്കണം. നമുക്ക് പോയിൻറ്റ്സ് പഠിക്കാൻ നമുക്ക് ലാസ്റ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കൂടെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കും അതിനെ നോട്ട് ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇന്ത്യൻ ജോഗ്രഫി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് കുറച്ച് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്ത് കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. ഇനി വേൾഡ് ജോഗ്രഫി നോക്കുകയാണെങ്കിൽ 15-16 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് അത്രയും ചാപ്റ്റേഴ്സ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനാൽ തന്നെ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്ലാസ് തന്നിട്ടുണ്ട്. ആ ക്ലാസ് കാണാം. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഏതൊക്കെയാണ് EVS അല്ലേ, പരിസ്ഥിതിയെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ NCERT ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്തെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നോക്കുകയാണെങ്കിൽ ബയോളജിയാണ്. ബയോളജിയിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ഇപ്പോൾ ബയോളജിയുടെ ഭാഗത്ത് നിന്ന് വരാണെങ്കിൽ ഈ ഒരു ടോപ്പിക് മാത്രമേ ഉള്ളൂ. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗങ്ങളും രോഗകാര്യങ്ങളും അതൊക്കെ പൊതുജനാരോഗ്യം എന്ന് പറയുന്നൊരു ഭാഗത്ത് വരുന്നതാണ്. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ SCERT ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SCERT ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ SCERTയും NCERT നോക്കുകയാണെങ്കിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ SCERT നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്താ പറയുക 5ാം ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് 8ാം ക്ലാസ്സിലേക്ക് ആയിരിക്കും വരുന്നുണ്ട്, 9ാം ക്ലാസ്സിലേക്ക്. അപ്പോൾ അങ്ങനെ 2 ടോപ്പിക്ക് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ബേസിക്കും പഠിക്കാനായിട്ടുണ്ട്, കുറച്ച് ഡീപ്പായിട്ടും പഠിക്കാനായിട്ടുണ്ട്. ഇനി NCERT നോക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ട് വരുന്നുണ്ട്. എല്ലാ ടോപ്പിക്കും ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ ടോപ്പിക്ക് എടുക്കുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ദഹനം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. SCERTയും NCERTയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാം കേട്ടോ. പിന്നെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ശ്വസനം കേട്ടോ. ശ്വസനത്തിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SCERTയിൽ 2 ചാപ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ NCERTയിൽ നമുക്ക് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് കൂടെ ചെയ്യണം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേര് മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്നാണ്. അതിൽ നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത് ദഹനവും ശ്വസനവും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പം മനുഷ്യനും
മത്സ്യങ്ങളും വെള്ളത്തിൽ നീന്തുന്നുണ്ട്. ഈ മനുഷ്യൻ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കാതെ എത്ര സമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയും? മത്സ്യത്തെ പോലെ നമുക്ക് എന്താണ് വെള്ളത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത്? മനുഷ്യരുടെയും മത്സ്യങ്ങളുടെയും ശ്വസന വ്യവസ്ഥയിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. മത്സ്യങ്ങൾക്ക് എന്തുണ്ട്? ചെകിള പൂക്കളുണ്ട് അല്ലെ? മത്സ്യങ്ങൾക്ക് ചെകിള പൂക്കളുണ്ട്. അവ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കണം. എന്നാൽ ചെകിള പൂക്കൾ ഇല്ല. മനുഷ്യർക്ക് എന്താണ്? ചെകിള പൂക്കൾ ഇല്ല അല്ലെ? ചെകിള പൂക്കളാണ് ഈ ഓക്സിജൻ സ്വീകരിക്കുന്നത്. മനുഷ്യർക്ക് അതില്ല. അതിനാൽ തന്നെ നമ്മൾ ശ്വസിക്കുന്ന എങ്ങനെയാണ്? ശ്വാസകോശത്തിന് അന്തരീക്ഷ വായുവിൽ നിന്നുള്ള ഓക്സിജൻ സ്വീകരിക്കാൻ മാത്രമേ മനുഷ്യന് കഴിയുള്ളൂ. ഓക്കെ, ഇനി ശ്വസനം മനുഷ്യനിൽ. ശ്വസനമുണ്ടോ? നമ്മുടെ ഇത് കഴിഞ്ഞു, ദഹനം കഴിഞ്ഞു. ഓക്കെ, ഇനി ശ്വസനമാണ് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എത്ര സമയം ശ്വസിക്കാതിരിക്കാൻ കഴിയും ഒരു പ്രവർത്തനം ചെയ്താലോ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. നന്നായി ശ്വാസം അകത്തേക്ക് എടുക്കുക. എന്നിട്ട് ഓരോരുത്തരും കഴിയുന്നത്രയും സമയം ശ്വാസം പിടിച്ച് നിൽക്കൂ. ആർക്കാണ് ഏറ്റവും കൂടുതൽ സമയം ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞത്? 1 മിനിറ്റ് പോലും ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല അല്ലേ? ശ്വസനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓരോരുത്തരും നെഞ്ചിൽ കൈ അമർത്തി പിടിച്ച് ശക്തിയായി ശ്വാസം എടുക്കുകയും പുറത്തുവിടുകയും ചെയ്യൂ. നിങ്ങളുടെ ശരീരത്തിന് അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വായകത്തേക്കും പുറത്തേക്കും പോകുന്നത് അനുഭവപ്പെട്ടിട്ടില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? ശ്വാസം എടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് ശ്വാസം എടുക്കുകയാണ് ചെയ്യുന്നത്? ശ്വാസം പുറത്തേക്ക് പോകുന്നുണ്ടോന്നൊക്കെ നോക്കാം. അപ്പൊ എന്താണ് ഉച്ഛ്വാസവും നിശ്വാസവും എന്ന് പറയുന്നത്? വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തെയാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ഈ വായു നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തെയാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം. എന്താണ് പറഞ്ഞത്? വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനത്തെയാണ് നിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു മനുഷ്യന്റെ ശ്വസന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുണ്ട്. 2 ചെറിയ ബലൂണൊക്കെ വെച്ചിട്ട് ആ ഒരു പരീക്ഷണമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ട് നോക്കാം കേട്ടോ. സ്കൂളുകളാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരുന്നതാണ് അല്ലേ? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ കാണിച്ചു തരുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ കാണിച്ചു തരുന്നുണ്ടായിരിക്കില്ല. ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. ഇനി നിങ്ങൾ ഉണ്ടാക്കിയ മാതൃകയുടെ പ്രവർത്തനമായി മനുഷ്യ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തിന് സാമ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവ നമുക്ക് ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് തന്നെ നമുക്ക് ശ്വാസം നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? നാസാദ്വാരത്തിലൂടെയാണ് അല്ലെ? നാസാദ്വാരത്തിലൂടെയാണ് ശ്വാസം എടുക്കുന്നത് അല്ലെ? പിന്നെ എന്താണ്? ഇത് ശ്വാസനാളമാണ്. ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ശ്വസനി എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ബ്രാഞ്ചസ് പോലെ കാണപ്പെടുന്നതാണ് ശ്വസനിക. പിന്നെ ഇങ്ങനെ ഒരു അറ അല്ലെ? അതാണ് വായു അറ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡയഫ്രം കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരസാശയം. മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ എവിടെയാണ്? നെഞ്ചിനകത്തുള്ള ഒരു അറയിലാണ്. ആ ഒരു അറയുടെ പേരാണ് ഔരസാശയം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ എവിടെയാണുള്ളത്? നെഞ്ചിനുള്ളിലുള്ള ഒരു അറയുണ്ട്, അതാണ് ഔരസാശയം എന്ന് പറയുന്നത്. അപ്പൊ ഔരസാശയത്തിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എവിടെയാണ് മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത്? മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നെഞ്ചിനകത്തുള്ള ഒരു അറയിലാണല്ലേ? അതിനെയാണ് എന്ന് പറയുന്നത് ഔരസാശയം എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം. ഔരസാശയത്തിന് താഴെയായിട്ട് എന്ത് കാണപ്പെടാം? ഉദരാശയവും കാണപ്പെടാം. ഔരസാശയത്തിന് താഴെയായിട്ട് ഉദരാശയവും കാണപ്പെടാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ വരെ ക്ലിയർ ആണല്ലോ? ഇനി ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? ഈ ഒരു ഭാഗം അല്ലെ, മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്ത് അറയ ഔരസാശയം എന്നും അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗത്തെ ഉദരാശയം എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഉദരാശയം എന്നും പറയുന്നുണ്ട്. ഇവ വേർതിരിക്കുന്നതിനായിട്ട് താഴെയായിട്ട് ഉദരാശയം ഉണ്ട്. ഇവ വേർതിരിക്കുന്നതിനായിട്ട് നോക്കി ഇവിടെ ഒരു സാധനം കാണുന്നില്ല. ഇതാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഡയഫ്രം ആണ് ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്നത്. ഓക്കെ, ഡയഫ്രം എന്ന് പറയുന്നതാണ് ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്നത്. ഇത് അല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത് അല്ലെ? നമുക്ക് പിക്ചറിൽ കാണാനായിട്ട് സാധിക്കില്ലേ? ഇങ്ങോട്ടേക്ക് വളഞ്ഞിട്ടാണ്, മുകളിലേക്ക് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെന്താണ്? കമാനാകൃതിയാണ്.
നിങ്ങൾ നിർമ്മിച്ച ശ്വാസകോശ മാതൃകയുടെ കുപ്പിയുടെ അടിഭാഗത്ത് വലിച്ചു കെട്ടിയ ബലൂണ് ഡയഫ്രം ആയിട്ടൊക്കെ സങ്കല്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയ മാതൃകയുടെ പ്രവർത്തനവും ഏകദേശം ഒരുപോലെയാണ്. അതായത് ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഡയഫ്രത്തിനും വാരിയെല്ലുകളോട് ചേർന്ന പേശികൾക്കും പങ്കുണ്ട്. എന്താ പറയുന്നത്? ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഡയഫ്രത്തിന് പങ്കുണ്ട്, അതുപോലെ തന്നെ വാരിയെല്ലുകളോട് ചേർന്ന പേശികൾക്കും പങ്കുണ്ട്. ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഡയഫ്രത്തിനും പങ്കുണ്ട്, അതുപോലെ തന്നെ വാരിയെല്ലിനോട് ചേർന്ന പേശികൾക്കും പങ്കുണ്ട്. ഇനി ചിത്രം നിരീക്ഷിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുമ്പോൾ ഡയഫ്രത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഉച്ഛ്വാസം എന്ന് വെച്ചാൽ എന്താണ്? ഉച്ഛ്വാസം എന്ന് വെച്ചാൽ എന്താണ്? ഉച്ഛ്വാസം എന്ന് വെച്ചാൽ ഉച്ഛ്വാസ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഉച്ഛ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? എന്താണ് ഉച്ഛ്വാസം? നമ്മൾ എന്താ പറഞ്ഞത്? ഉച്ഛ്വാസം എന്ന് വെച്ചാൽ നോക്കിയേ, വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം അല്ലെ? ഉച്ഛ്വാസം എന്ന് വെച്ചാൽ എന്താണ്? വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ്. അപ്പൊ ഉച്ഛ്വാസ സമയത്ത് എന്താണ് നടക്കുന്നതെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ക്വസ്റ്റ്യൻ. ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുമ്പോൾ ഡയഫ്രത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉച്ഛ്വാസ സമയത്ത് എന്ത് സംഭവിക്കും? ഡയഫ്രം ചുരുങ്ങും. ഓക്കെ, ഉച്ഛ്വാസ സമയത്ത് എന്ത് സംഭവിക്കും? ഡയഫ്രം ചുരുങ്ങും. ഡയഫ്രം ചുരുങ്ങിയിട്ട് വളവ് അല്പം നിവരും. എന്താണ്? ഡയഫ്രം ചുരുങ്ങി, അതുപോലെ തന്നെ വളവ് അല്പം നിവർന്നു. വളവുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? മുകളിലേക്കായിട്ട് എന്തുണ്ട്? വളവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? ഉച്ഛ്വാസ സമയത്ത് എന്ത് സംഭവിക്കാം? ഉച്ഛ്വാസം എന്ന് വെച്ചാൽ എന്താണ്? വായുവിലേക്ക് എടുക്കുന്ന പ്രവർത്തനമല്ലേ? അവിടെ എന്ത് സംഭവിക്കാണ്? ഈ ഡയഫ്രം എന്ന് പറയുന്നത് ചുരുങ്ങാണ്, അതുപോലെ തന്നെ നോക്കി ഇതുപോലെ തന്നെ നിവരാണ് ചെയ്യുന്നത്. അപ്പൊ നിവരുമ്പോൾ ഇതിനിടയിൽ കുറെ കപ്പാസിറ്റി, ഇവിടെ കുറച്ചധികം സ്ഥലം കൂടി കിട്ടുന്നുണ്ട്. നടുക്ക് നോക്കി വെള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ചധികം കപ്പാസിറ്റി സ്ഥലം കിട്ടുന്നുണ്ട്. അതിനാൽ തന്നെ ഔരാസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഔരാസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. അതിന്റെ ഫലമായിട്ട് അന്തരീക്ഷ വായു ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ശ്വാസകോശം വികസിക്കുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? ഇവിടെ ഉച്ഛ്വാസ സമയത്ത് എന്ത് സംഭവിച്ചത്? ഡയഫ്രം ചുരുങ്ങി. അപ്പൊ എന്ത് സംഭവിച്ചു? വളവ് അല്പം നിവർന്നു അല്ലെ? വളവ് അല്പം നിവർന്നു. അപ്പൊ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചപ്പോ എന്ത് സംഭവിച്ചു? അന്തരീക്ഷ വായു ശ്വാസകോശത്തിനുള്ളിലേക്ക് കടന്നു. അങ്ങനെ ശ്വാസകോശം വികസിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? നിശ്വാസം എന്ന് വെച്ചാൽ നമ്മ വായു പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ് അല്ലെ? നിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? വായു പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ്. നിശ്വാസ സമയത്ത് ഡയഫ്രം ഒക്കെ നോക്കി പൂർവ്വസ്ഥിതിയിലാകും. അതായത് നേരത്തെ നമ്മൾ കണ്ടില്ലേ ഫസ്റ്റ്, അതുപോലെ തന്നെ ആയിരിക്കും അല്ലെ? ഇങ്ങനെ വളർന്നിട്ടായിരിക്കും. അപ്പൊ ഇവിടുത്തെ വ്യാപ്തി കുറവാണ് അല്ലെ? ഉള്ളിലുള്ള വ്യാപ്തി കുറവല്ലേ ഉണ്ടായിരിക്കുക? അപ്പൊ എന്ത് സംഭവിക്കും? ശ്വാസകോശം പൂർവ്വസ്ഥിതിയിലാകും. അപ്പൊ എന്ത് സംഭവിക്കും? ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഭാഗം മാത്രം പഠിച്ചു വെച്ചിരിക്കാം. ഉച്ഛ്വാസം എന്നാണ് പഠിച്ചു വെച്ചിരിക്കുക. ഉച്ഛ്വാസത്തിന്റെ സമയത്ത് ഔരസാശയം എന്ത് സംഭവിക്കും? ഇങ്ങനെ നിവരും. ഓക്കെ, നിവരുമ്പോ ഇതിനുള്ളിൽ വ്യാപ്തി കുറച്ചുകൂടി കൂടാണ് ചെയ്യുന്നത് അല്ലെ? കുറച്ചും കൂടി എന്താണ്? വായു പാസ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ട് അല്ലെ? അവിടെ വികസിക്കാണ് അല്ലെ ചെയ്യുന്നത്? എന്ത് വികസിക്കാണ് ചെയ്യുന്നത്? ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ശ്വാസകോശം വികസിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? വായുവിലേക്ക് വരുമ്പോൾ സംഭവിക്കാം, ശ്വാസകോശം വികസിക്കുകയാണ് ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് ആണ് നിശ്വാസം എന്ന് പറയുന്ന പ്രക്രിയ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഉച്ഛ്വാസ സമയത്താണ് നിശ്വാസ സമയത്താണ് ഔരസാശയത്തിന്റെ വ്യാപ്തി കൂടുതൽ. ഏതിലാണ് നോക്കി വ്യാപ്തി കൂടുതലായിട്ടുണ്ടായിരിക്കാൻ നോക്കിയത്? നിവരുമ്പോ കുറച്ചും കൂടി ഈ ഒരു ഭാഗത്ത് വ്യാപ്തി കൊണ്ട് കൂടുതൽ കിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതാണ്? ഉച്ഛ്വാസ സമയത്താണ്. ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യുന്നു. അതിനാൽ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. തൽഫലമായി അന്തരീക്ഷവായു ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. ഇനി നിശ്വാസ സമയത്താണെങ്കിലോ ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശവും പൂർവ്വസ്ഥിതിയിലാകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. നെക്സ്റ്റ്, എന്താണ് ശ്വസനപദം? നാസാദ്വാരത്തിലൂടെ അകത്ത് കടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലേക്ക് എത്തുന്നു. വായുവിന്റെ ഈ സഞ്ചാര പാതയെയാണ് ശ്വസനപദം എന്ന് പറയുന്നത്. നാസാദ്വാരത്തിലൂടെ, അതായത് നമ്മൾ മൂക്കിലൂടെ വായു ശ്വസിക്കുന്നുണ്ടല്ലോ അല്ലെ? ഈ ശ്വസിച്ചതിന് ശേഷം ഈ വായു ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നുണ്ടല്ലോ. ഈ വായു ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു പാതയുണ്ടല്ലോ, ആ പാതയാണെന്ന് പറയുന്നത് സഞ്ചാരപാത. അതായത് ഈ സഞ്ചാരപാതയാണ് ശ്വസനപദം എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇവിടെ കുറച്ച് സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് എഴുതി നോക്കിയേ. ആദ്യം സംഭവിക്കുന്നത് വായു മൂക്കിലൂടെ നമ്മൾ ശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? നാസാദ്വാരം എന്ന് പറയാം അല്ലെ? നാസാദ്വാരത്തിന് ശേഷം എന്താണ്? ശ്വാസനാളത്തിലേക്ക് എത്തി. ശ്വാസനാളത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇവിടെ നോക്കി നമ്മുടെ പിക്ചർ അവിടെ ഇതാണ് നമ്മുടെ ശ്വാസനാളം അല്ലെ? ശ്വാസനാളത്തിലേക്ക് എത്തി. പിന്നെ നമ്മുടെ ശ്വാസനാളത്തിന്റെ
ഈ ഒരു സൈഡിലായിട്ട് നോക്കി ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശ്വസനി എന്ന് പറയുന്നത്. ഈ ശ്വസനി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് ശ്വസനി എന്ന് പറയുന്നത്. ഈ ശ്വസനിക്ക് കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ന് പറയാം ശ്വസനിക എന്ന് പറയും. ഓക്കെ, അപ്പൊ ശ്വസനി നമുക്ക് ശ്വാസം നാളം കഴിഞ്ഞിട്ട് എന്ത് ചെയ്താം? ശ്വസനി എന്ന് എഴുതാം അല്ലെ, ശ്വസനി എന്ന് എഴുതാം. നെക്സ്റ്റ് എന്താണ്? ശ്വസനിക എന്ന് എഴുതാം. ശ്വസനിക കഴിഞ്ഞതിന് ശേഷം എന്താണ്? വായുപാത. ഇതാണ് നമ്മുടെ സഞ്ചാരപാത. ഏതിന്റെ സഞ്ചാരപാത? ഈ ശ്വാസത്തിന്റെ. ഏതാണ് ശ്വസന പദം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ശ്വസന പദം എന്ന് ക്ലിയർ ആയല്ലോ. ഈ ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്തും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയുന്നുണ്ട്, നോക്കാം. ഇപ്പൊ ഉച്ഛ്വാസം എന്ന് വെച്ചാൽ ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരും. അപ്പൊ വാരിയലിംഗ് കൂട് നോക്കി, വാരിയലിംഗ് കൂട് ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ഔരസാക്ഷ്യത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ശ്വാസകോശം വികസിക്കുന്നു. വായു ശ്വാസകോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ് കേട്ടോ. നിശ്വാസമാണെങ്കിൽ എന്ത് സംഭവിക്കും? ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകും. അപ്പൊ ഔരസാക്ഷ്യത്തിന് വ്യാപ്തി കുറയും. ശ്വാസകോശം എന്താണ്? ചുരുങ്ങാണ് ചെയ്യാല്ലേ, വായു പുറത്തേക്ക് പോയി. അപ്പൊ എന്താണ്? ശ്വാസകോശം ചുരുങ്ങി ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. വാരിയലിംഗ് കൂട് താഴ്ന്നു. ക്ലിയർ ആണല്ലോ. ഇനി ഉച്ഛ്വാസ പ്രക്രിയയിലെയും നിശ്വാസ പ്രക്രിയയിലെയും വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞോളൂ, ഏതൊക്കെ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ഇനി ഉച്ഛ്വാസ വായുവിന്റെയും നിശ്വാസ വായുവിന്റെയും അളവ് തന്നിട്ടുണ്ട്. ഓക്സിജൻ ആണെങ്കിൽ 21% ഉച്ഛ്വാസ വായു ആണെങ്കിൽ. കാർബൺ ഡൈ ഓക്സൈഡ് 0.4 ആണ്, 0.04 ആണ്. നൈട്രജൻ 78 ആണ്. ജലബാഷ്പം 0.96 ആണ്. ഉച്ഛ്വാസ വായു എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഓക്സിജൻ നന്നായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ 21% ഓക്സിജൻ എടുക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 0.04 ആണ്, 0.04 മാത്രമേ എടുക്കുന്നുള്ളൂ. നൈട്രജൻ ആണെങ്കിൽ 78 ആണ്. ജലബാഷ്പം ആണെങ്കിൽ 0.96 ആണ്. എന്നാൽ നിശ്വാസ സമയത്ത് എന്ത് സംഭവിക്കാം? ഓക്സിജൻ 15% പുറത്തേക്ക് വിടുന്നുണ്ട്, 15% പുറത്തേക്ക് വിടുന്നുണ്ട്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലോ 4% പുറത്ത് വിടുന്നുണ്ട്. നന്നായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. നൈട്രജന് ഇപ്പൊ നമുക്ക് ഉച്ഛ്വാസ വായുവിൽ നോക്കുകയാണെങ്കിലും നിശ്വാസ വായുവിൽ നോക്കുകയാണെങ്കിലും നൈട്രജൻ എത്രയാണ്? 78%. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? ഇവിടെ നൈട്രജൻ എന്ന് പറയുന്നത് 78% തന്നെയാണ് വരുന്നത് അല്ലെ. ഉച്ഛ്വാസ സമയത്താണെങ്കിലും നിശ്വാസ സമയത്താണെങ്കിലും 78% തന്നെയാണ് വരുന്നത്. എന്നാല് ഓക്സിജൻ നോക്കുകയാണെങ്കിൽ നന്നായി എടുക്കുന്നുണ്ട് അല്ലേ. ഉച്ഛ്വാസ സമയത്ത് 21 വരുന്നത്. നിശ്വാസ സമയത്ത് എത്രയാണ്? 15 വരുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലോ 0.04 മാത്രമാണ് സ്വീകരിക്കുന്നുള്ളൂ. എന്നാൽ 4% പുറത്തേക്ക് വിടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നിശ്വാസ വായുവിലെയും ഉച്ഛ്വാസ വായുവിലെയും എല്ലാ ഘടകങ്ങളുടെയും അളവ് ഒരുപോലെയാണോ? അല്ല അല്ലെ. ഏതൊക്കെ ഘടകങ്ങളുടെ അളവിലാണ് വ്യത്യാസം വരുന്നത് നമ്മൾ പറഞ്ഞു. ഉച്ഛ്വാസ വായുവിനെ അപേക്ഷിച്ച് നിശ്വാസ വായുവിൽ കൂടിയ അളവിലുള്ള ഘടകങ്ങൾ ഏതെല്ലാമാണ്? അളവിൽ കുറവ് വരുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് നമ്മൾ പറഞ്ഞതാണ്. ഇനി ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങുന്ന സന്ദർഭങ്ങൾ. മുലപ്പാൽ ശ്വാസനാളത്തിൽ കുടുങ്ങി കൊച്ചുകുട്ടികൾക്ക് അപകടം സംഭവിക്കുന്ന വാർത്തകൾ പത്രങ്ങളിൽ വരാറുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ എന്തൊക്കെ പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത്? ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങിയാൽ ആ വ്യക്തിയോട് ശക്തിയായി ചുമയ്ക്കാൻ ആവശ്യപ്പെടണം. അതുപോലെ ചുമയുടെ ശക്തിയിൽ ആഹാരവസ്തു പുറന്തള്ളപ്പെടും. ശ്വാസതടസ്സം നേരിട്ട വ്യക്തിയെ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്പം കുനിച്ചു നിർത്തി പിറകിലായി നിന്ന് 2 കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ടയാളുടെ വയറിൽ ശക്തിയായി അമർത്തുക. ആവശ്യമെങ്കിൽ ഏതാനും തവണ ഇത് ആവർത്തിക്കാം. ചെറിയ കുട്ടികളാണെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ കമഴ്ത്തി പിടിച്ച് തോളലുകൾക്കിടയായി ശക്തിയായിട്ട് തട്ടണം. ആവശ്യമെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കണം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങുകയാണെങ്കിൽ ആ വ്യക്തിയോട് ശക്തിയായിട്ട് ചുമയ്ക്കാൻ പറയാം. അതുപോലെ തന്നെ ചുമയുടെ ശക്തിയിൽ ചിലപ്പോൾ ആഹാരവസ്തു പുറന്തള്ളപ്പെടാം. ഇനിയും അല്ലാന്നുണ്ടെങ്കിൽ അല്പം കുനിച്ചു നിർത്തിയിട്ട് പിറകിലായിട്ട് നിന്ന് 2 കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ട് ആളുടെ വയറിൽ ശക്തിയായിട്ട് അമർത്തിയിട്ട് ആവശ്യമെങ്കിൽ നമ്മുടെ ഈ ബാക്കിൽ നന്നായിട്ട് അമർത്താം. ഓക്കെ, നന്നായി ഇങ്ങനെ തട്ടാം. വയറിൽ ശക്തിയായിട്ട് അമർത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? തട്ടണം അല്ലേ. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലോ കമഴ്ത്തി പിടിച്ചിട്ട് തോളലുകൾക്കിടയിലായിട്ട് ശക്തിയായിട്ട് തട്ടണം. ആവശ്യമെങ്കിൽ വൈദ്യസഹായം ലഭ്യമാക്കണം. ഇനി പുകവലിയും ആരോഗ്യ പ്രശ്നങ്ങളും.
പുകവലി ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും. പുകയിലടങ്ങിയ കരിയും ടാറും മറ്റ് വിഷപദാർത്ഥങ്ങളും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കും. ഇത് നിലയ്ക്കാതെ ചുമയ്ക്ക് കാരണമാകും. പുകയിലയിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ പുകവലി എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. പുകയിലയിൽ എന്താണ്, പുകയിൽ എന്തൊക്കെയുണ്ട്, കരിയും ടാറും മറ്റ് വിഷപദാർത്ഥങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ശ്വസനത്തിലെ വൈവിധ്യം. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജലജീവിയാണല്ലോ പാരമീസിയം. ഏകകോശ ജീവിയായ ഇവയിൽ എങ്ങനെയാണ് വാതക വിനിമയം നടക്കുന്നത്? നോക്കി കോശസ്ഥലം തന്നിട്ടുണ്ട്. പാരമീസിയത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്, ഓക്സിജൻ സ്വീകരിക്കുന്നൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ചുറ്റുമുള്ള ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ പാരമീസിയം കോശസ്തരം വഴിയാണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നതൊക്കെ എന്താണ്, കോശസ്തരം വഴിയാണ്. ഓക്കെ. ഇനി ശ്വസനത്തിലെ വൈവിധ്യം. മണ്ണിരയിലാണെന്നുണ്ടെങ്കിൽ ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഈർപ്പമുള്ള ത്വക്കാണ്. മത്സ്യമാണെങ്കിലോ ശകുലങ്ങൾ അല്ലെങ്കിൽ ചെകിളപ്പൂക്കളാണ്. തവളയാണെങ്കിൽ കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശമാണ്, വെള്ളത്തിലായിരിക്കുമ്പോൾ എന്താണ്, ഈർപ്പമുള്ള ത്വക്കാണ്. ചിലന്തിയിലാണെങ്കിലോ ബുക്ക് ലെങ്സ് ആണ്. അപ്പോൾ ഓരോ ജീവികളിലും വ്യത്യസ്തമാണ്. മണ്ണിരയിലെ ശ്വസനാവയവം ഈർപ്പമുള്ള ത്വക്ക്, മത്സ്യമാണെങ്കിലോ ചെകിളപ്പൂക്കൾ, തവളയാണെങ്കിൽ കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം, വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്കാണ്. ചിലന്തി ആണെങ്കിൽ എന്താണ്, ബുക്ക് ലെങ്സ് ആണ്. ചിലന്തിയിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ബുക്ക് ലെങ്സ് ആണ്. ഇനി എന്താണ് ശ്വസനം എന്ന് വെച്ചാൽ, ജീവികളിൽ ശ്വസനം മനുഷ്യരുടെ ശ്വസനം ഒരുപോലെ തന്നെയാണ് അല്ലേ. ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജനെ സ്വീകരിക്കും, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടും. ഇതിനെയാണെന്ന് പറയുന്നത് ശ്വസനം എന്ന് പറയുന്നത്. ഇനി സസ്യങ്ങളും മറ്റു ജീവികളെ പോലെ ശ്വസിക്കുന്നു എന്ന് മനസ്സിലായി. സസ്യങ്ങളുടെ ശ്വസനം. ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇലകളിലും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത്. അപ്പൊ ജന്തുക്കളെ പോലെ തന്നെ സസ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സസ്യങ്ങളിലും എന്താണ് ശ്വസനം നടക്കുന്നുണ്ട്. ഇവരെന്താണ്, സ്റ്റോമാറ്റ അല്ലെ, ആസ്യരന്ധ്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ഇലകളിൽ. അതിനെയാണെന്ന് പറയുന്നത് ആസ്യരന്ധ്രം, അല്ലെങ്കിൽ എന്ന് പറയുന്നത് സ്റ്റോമാറ്റ എന്ന് പറയുന്നത്. അതുവഴിയാണ് അവിടെ പദാർത്ഥ വിനിമയം നടക്കുന്നത്. ഓക്കെ, പദാർത്ഥ വിനിമയം അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു വാതക വിനിമയം നടക്കുന്നത്. ഓക്കെ. സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം എന്താണ്? സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം എന്താണ്? ഓക്സിജൻ തന്നെയാണ് അല്ലെ. പുറത്തുവിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്ന എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, സ്റ്റൊമാറ്റയിലാണെന്ന് പറഞ്ഞു, ആസ്യരന്ധ്രത്തിൽ വഴിയോടിയാണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രണ്ട് പ്രധാന പ്രവർത്തനങ്ങളായ ദഹനം, ശ്വസനം എന്നിവയെ കുറിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് വിലയിരുത്താമെന്ന് പറയുന്ന ഒരു ഭാഗം നോക്കാം. മനസ്സിലായിട്ടുണ്ടെന്ന് അറിയണല്ലോ അല്ലെ. തന്നിരിക്കുന്ന അവയിൽ ശരിയായ കൂട്ടം ഏതാണ്? ആട്, കുതിര, കാക്ക, പ്രാവ്. സസ്യാഹാരിയാണ്. പുലി, കഴുകൻ, ആന, പല്ലി മാംസാഹാരി. മനുഷ്യൻ, കോഴി, കുരങ്ങൻ, മയിൽ മിശ്രാഹാരി. ഇതിൽ തന്നിരിക്കുന്നതിൽ ശരിയായ കൂട്ടം ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. മനുഷ്യൻ, കോഴി, കുരങ്ങൻ, മയിൽ എന്ന് പറയുന്നതാണ് മിശ്രാഹാരിയിൽ വരുന്നത് അല്ലേ. നെക്സ്റ്റ്, താഴെ പറയുന്ന അവയവങ്ങളിൽ ഏതിലാണ് ദഹനം പൂർത്തിയാകുന്നത്? ദഹനം പൂർത്തിയാകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാ വരാ? ചെറുകുടലാണ് അല്ലെ. ദഹനം പൂർത്തിയാകുന്നത് ചോദിക്കുകയാണെങ്കിൽ ചെറുകുടലാണ്. ആമാശയത്തിൽ ഭാഗികമായി ദഹനം നടക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഇനി പല്ല് കേട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഭക്ഷണത്തിന് മുമ്പും ഒക്കെ അല്ലെ, ശേഷമൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് വായ കഴുകുക. ഭക്ഷണം കഴിച്ചതിനൊക്കെ ശേഷം എന്താണ്, വായു വൃത്തിയാക്കാം. 6 വയസ്സുള്ള ഒരു കുട്ടിയുടെയും പ്രായപൂർത്തിയായ ഒരാളിനെയും പല്ലുകളിലെ വ്യത്യാസം താരതമ്യം ചെയ്യുക. 6 വയസ്സുള്ള കുട്ടിക്ക് എത്ര? 20 പല്ലുണ്ട് അല്ലേ. ഇനി പ്രായപൂർത്തിയായ മനുഷ്യന്മാരിലാണെങ്കിലും 32 പല്ലുണ്ട്. ഇനി ഒരാൾ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ആമാശയത്തിലെത്തോ? എന്തുകൊണ്ട്? ഒരാൾ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ആമാശയത്തിലേക്ക് എത്തും. പക്ഷെ എന്താണ്, അവിടെ എങ്ങനെയാണ് എത്തുന്നത്? അന്നനാളത്തിന്റെ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു ചലനം ഉണ്ട് അല്ലെ. ഈ ചലനം മൂലമാണ് ഈ ഭക്ഷണമൊക്കെ ആമാശയത്തിലേക്ക് എത്തുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും ആണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ലൈക്ക് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. കോശശ്വസനം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വൃക്ക എന്ന് പറയുന്നതും എന്തായിട്ട് വരുന്നതാണ്? വിസർജനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ് ശ്വസനം എന്ന് പറയുന്നത്? ജീവികളിലെ ശ്വസന പ്രക്രിയയെ ലളിതമായി വിശദീകരിക്കുന്നതിൽ വിജയിച്ച ശാസ്ത്രജ്ഞനാണ് 18-ാം നൂറ്റാണ്ടിലെ ആൻറ്റോയിൻ ലവോസിയർ. ലവോസിയർ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അല്ലേ. ലവോസിയർ ആരായിരുന്നു ശരിക്കും പറഞ്ഞാൽ?
18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. വസ്തുക്കൾ കത്തുമ്പോഴും ജീവികൾ ശ്വസിക്കുമ്പോഴും നടക്കുന്നത് ഒരേ പ്രക്രിയയാണെന്നാണ് അദ്ദേഹം അനുമാനിച്ചത്. അപ്പോൾ വസ്തുക്കൾ കത്തുമ്പോഴും ജീവികൾ ശ്വസിക്കുമ്പോഴും നടക്കുന്നത് ഒരേ പ്രക്രിയയാണെന്ന് അദ്ദേഹം അനുമാനിച്ചു. ഇത് തെളിയിക്കാനായിട്ട് ഒരു ചെറിയ ബക്കറ്റിൽ ഗിനിപ്പന്നിയെ വെച്ചു. ഇതിനെ ഐസ് നിറച്ച മറ്റൊരു ബക്കറ്റിൽ ഇറക്കി വെച്ച് ഗിനിപ്പന്നിയെ വല കൊണ്ട് മൂടി. പുറമേ നിന്നുള്ള ചൂട് കൊണ്ട് ഐസ് ഉരുകാതിരിക്കാൻ ആവശ്യമായ ഇൻസുലേഷൻ മുൻകരുതലും എടുത്തിരുന്നു. എന്നാൽ ഐസ് ഉരുകി ഗിനിപ്പന്നിയുടെ ശരീരത്തിലെ ചൂടേറ്റത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ലാവോസിയർ തെളിയിച്ചു. ജീവിയുടെ ശരീരത്തിൽ നിന്ന് 80 കിലോ കലോറി ഊർജ്ജം അതിനായി ഉപയോഗിച്ചു എന്ന് അദ്ദേഹം കണക്ക് കൂട്ടിയെടുത്തു. ഈ ഊർജ്ജം ലഭിച്ചത് എവിടെ നിന്നാണ്? ശ്വസനത്തിലൂടെയാണ്. ഒരു തടി കഷ്ണം കത്തുമ്പോൾ ഓക്സിജൻ ഉപയോഗിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡും താപോർജ്ജവും ഉണ്ടാവുകയും ചെയ്യുന്നു. ശ്വസനത്തിൽ ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിക്കുമ്പോഴും ഇത് സംഭവിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? ശ്വസനത്തിലും ജ്വലനത്തിലും ഓക്സിജന്റെ പങ്കുണ്ട്. അതുപോലെ ശ്വസനത്തിൻ്റെയും ജ്വലനത്തിൻ്റെയും ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ഉപയോഗിക്കുന്നുവെന്നും കാർബൺ ഡൈ ഓക്സൈഡ് രൂപപ്പെടുന്നുവെന്നും മനസ്സിലായി. ഇവയുടെ വിനിമയത്തിന് അനുയോജ്യമായ ഒരു ശ്വസന പ്രതലവും അനുബന്ധ സംവിധാനങ്ങളും ആവശ്യമാണ്. മനുഷ്യനിൽ ഊർജ്ജോൽപാദനത്തിന് ആവശ്യമായ അത്രയും ഓക്സിജൻ കോശങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വളരെ വലിയ ശ്വസന പ്രതലം ആവശ്യമാണ്. മനുഷ്യനിലെ ശ്വസന പ്രതലത്തെക്കുറിച്ചിട്ട് ശ്വസന വ്യവസ്ഥയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ശ്വസനിക എന്ന് പറയുന്നത്? എന്താണ് ശ്വസനിക എന്ന് പറയുന്നത്? ഇത് രണ്ടുമാണ് ശ്വാസകോശങ്ങൾ എന്ന് പറയുന്നത്. ഇത് രണ്ടാണ് ശ്വാസകോശങ്ങൾ. ഈ ശ്വാസകോശങ്ങളിൽ ഈ ഒരു ശ്വസനി ഉണ്ട് കേട്ടോ. എവിടെയാണ് ശ്വസനി വരുന്നത്? ഈ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നതിനെയാണ് ശ്വസനി എന്ന് പറയുന്നത്. ഈ ശ്വസനിക എന്ന് വെച്ചാൽ എന്താണ്? ശ്വസനിയുടെ ഇതാണ് ശ്വസനി, ഇതിൻ്റെ ശാഖയാണ് എന്ന് പറയുന്നത് ശ്വസനിക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ കുഴൽ പോലെ വരുന്നില്ല, ഇതാണ് ശ്വസനി എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്രാഞ്ചസ് ആണ് വരുന്നത് ശ്വസനിക എന്ന് പറയുന്നത്. ഇതെന്തിനാണ്? ആൽവിയോലസുകളിലേക്കാണ് തുറക്കുന്നത്. അപ്പോൾ ആൽവിയോലസ് എവിടെയാണ് കിടക്കുന്നത് നമുക്ക് നോക്കാം. ആൽവിയോലസ് കിടക്കുന്നത് എവിടെയാണ്? ഇതാണല്ലേ, ഈ ആൽവിയോലസിലേക്കാണ് എന്ത് തുറക്കുന്നത്? ഈ ശ്വസനിക എന്ന് പറയുന്നത് തുറക്കുന്നത്. ഇനി എന്താണ് പ്ലൂറ എന്ന് പറയുന്നത്? എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ ക്വസ്റ്റ്യൻ. പ്ലൂറ എന്ന് വെച്ചാൽ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലമാണ് പ്ലൂറ എന്ന് പറയുന്നത്. പ്ലൂറ എന്ന് വെച്ചാൽ എന്താണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലമാണ് പ്ലൂറ എന്ന് പറയുന്നത്. പ്ലൂറ എന്ന് വെച്ചാൽ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലമാണ്. ഇനി എന്താണ് ഡയഫ്രം? നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, 5ാം ക്ലാസ്സിലെ. ഡയഫ്രം എന്ന് വെച്ചാൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയഫ്രം എന്ന് പറയുന്നത്. വേർതിരിക്കുന്നു അല്ലേ, ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ്. നെക്സ്റ്റ് എന്താണ് ആൽവിയോലസ് എന്ന് പറയുന്നത്? അപ്പോൾ നോക്കി, ആൽവിയോലസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചെറിയൊരു കുഞ്ഞുകളി പറഞ്ഞല്ലോ, അതിന് കുറച്ചും കൂടി വലിയതായിട്ടൊരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഇതാണ് ആൽവിയോലസ് എന്ന് പറയുന്നത്. ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോലസ്തര അറകൾ കേട്ടോ. ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോലസ്തര അറകൾ. ഇവയുടെ ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്തലോമികൾ കാണപ്പെടുന്നു. നോക്കിയേ ഇങ്ങനെ കുറേ എന്തുണ്ട്? കുറേ വലക്കണ്ണികൾ പോലെ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറേ രക്തലോമികൾ കാണപ്പെടുന്നുണ്ട് വലക്കണ്ണികൾ പോലെ. 2 ശ്വാസകോശങ്ങളിലുമായി ഏകദേശം 70 കോടി ആൽവിയോലസുകൾ ഉണ്ട്. ആൽവിയോലസുകളുടെ പ്രതല വിസ്തീർണം ഏകദേശം എത്രയാണ്? 70 മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഇവ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയം കാര്യക്ഷമമാക്കുന്നു. അപ്പോൾ ആൽവിയോലസിൻ്റെ പ്രധാന ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയം കാര്യക്ഷമമാക്കുന്നു. ഗ്യാസ് എക്സ്ചേഞ്ചസ് ആണ് ആൽവിയോലസിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞു. ശ്വസനിക എന്ന് പറയുന്നത് ശ്വസനയുടെ ശാഖയാണ്, അത് ആൽവിയോലസിലേക്കാണ് തുറക്കുന്നത്. പ്ലൂറ എന്ന് വെച്ചാൽ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലമാണ്. ഡയഫ്രം എന്ന് വെച്ചാൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി. ആൽവിയോലസ് ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോലസ്തര അറകൾ. ഇവയുടെ ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്തലോമികളുണ്ട്. അതുപോലെ തന്നെ 2 ശ്വാസകോശത്തിലായിട്ട് 70 കോടി ആൽവിയോലസുകളാണ് ഉള്ളത്. 70 മീറ്റർ സ്ക്വയർ ആണ് പ്രതല വിസ്തീർണം എന്ന് പറയുന്നത്. ലക്ഷ്യം പറയുന്നത് എന്താണ്? ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിച്ചിട്ട് വാതക വിനിമയം കാര്യക്ഷമമാക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആൽവിയോലസ് എന്ന് വെച്ചാൽ എന്തുട്ടാണ് മനസ്സിലായി അല്ലേ? മനുഷ്യനിലെ ശ്വാസോച്ഛ്വാസം എങ്ങനെയാണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെ പാർട്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി എന്താണ് വെന്റിലേഷൻ എന്ന് വെച്ചാൽ?
അപ്പം നമുക്ക് നോക്കാം, ഇതിൽ നിന്നൊക്കെ ഏകദേശം കായിക വിനോദങ്ങളിലും വ്യായാമത്തിലും ഏർപ്പെടുമ്പോൾ പേശി പ്രവർത്തനം കൂടുന്നതിനാൽ എന്താവശ്യമാണ്? കൂടുതൽ ഊർജം ആവശ്യമാണ്. ഊർജം കൂടുതൽ വേണ്ടതിനാൽ ഓക്സിജന്റെ ആവശ്യകത വർദ്ധിക്കുന്നു. കൂടാതെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളതായിട്ടും വരും. ഇതിനാലാണ് ശ്വസന പ്രക്രിയയിലെ ആദ്യഘട്ടമായ ശ്വാസോച്ഛ്വാസത്തിന് നിരക്ക് കൂടിയത്. അപ്പം നമ്മൾ ഓടുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ വിശ്രമ അവസ്ഥയിലുള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമെന്ന് മനസ്സിലാക്കാം. ശ്വസന പ്രക്രിയയിലെ ആദ്യഘട്ടമായ ശ്വാസോച്ഛ്വാസത്തിന് നിരക്ക് കൂടാൻ കാരണം എന്താണ്? നന്നായിട്ട് ഊർജ്ജം ആവശ്യമാണ് അല്ലേ? വിനോദമാണെങ്കിലും കായികത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ അപ്പോൾ നന്നായിട്ട് ഓക്സിജൻ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടണം. അത് കാരണമാണ് അവിടെ ശ്വാസോച്ഛ്വാസത്തിന് നിരക്ക് കൂടിയതായിട്ട് വരുന്നത്. ഇനി എന്താണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിൻ്റെ സഞ്ചാരമാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിൻ്റെ സഞ്ചാരമാണ് വെന്റിലേഷൻ. അപ്പോൾ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഇതിലെന്താണ്? ഇന്റർകോസ്റ്റൽ പേശിയുണ്ട് അല്ലേ? ഇന്റർകോസ്റ്റൽ പേശിയുണ്ട്. അതുപോലെ തന്നെ വാരിയെല്ല് കാണിച്ചിട്ടുണ്ട്, ഡയഫ്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? നമുക്കറിയാം വെന്റിലേഷനിൽ 2 ഘട്ടങ്ങളാണുള്ളത്. ഉച്ഛ്വാസം, നിശ്വാസം. ഉച്ഛ്വാസം നിശ്വാസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ഛ്വാസം എന്ന് വെച്ചാൽ എന്താണ്? അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് കിടക്കുന്ന പ്രക്രിയയാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ഉച്ഛ്വാസം എന്ന് വെച്ചാൽ എന്താണ്? അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് നടക്കുന്ന പ്രക്രിയ. നിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ്ലി അന്തരീക്ഷത്തിലേക്ക് പോകുന്ന പ്രക്രിയയുമാണ് നിശ്വാസം എന്ന് പറയുന്നത്. ഇനി ഉച്ഛ്വാസമുണ്ട് നിശ്വാസവും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഉച്ഛ്വാസം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? ഈ വായു ഇപ്പോൾ അകത്തേക്ക് കടക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇന്റർകോസ്റ്റൽ പേശി സങ്കോചിക്കും, വാരിയെല്ല് ഉയരുന്നു, ഡയഫ്രം സങ്കോചിക്കുന്നു. എന്തൊക്കെയാണ്? ഇന്റർകോസ്റ്റൽ പേശികളും ഡയഫ്രം സങ്കോചിക്കും, വാരിയെല്ല് ഉയരും. നേരെ പറയുകയാണെന്നുണ്ടെങ്കിൽ വെന്റിലേഷനിൽ നെക്സ്റ്റ് പ്രക്രിയയാണ് നിശ്വാസം എന്ന് പറയുന്നത്. അതിൽ പറയുകയാണെങ്കിൽ ഇന്റർകോസ്റ്റൽ പേശി പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, വാരിയെല്ല് താഴുന്നു, പൂർവ്വസ്ഥിതി പ്രാപിക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഈ ടേബിൾ കറക്റ്റായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാരണം ഞാൻ എടുക്കുന്നില്ല. ഇത് ഒന്നും കൂടി പോയിട്ട് ആ ചാപ്റ്റർ പോയിട്ട് കാണാം കേട്ടോ. ഇനി നമുക്ക് എന്താണ് ആൽവിയോലർ വാതക വിനിമയം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ആൽവിയോലസ് എന്ന് പറയുന്നതിൽ എന്ത് നടക്കുന്നുണ്ട്? വാതക വിനിമയം നടക്കുന്നുണ്ടെന്ന്. എങ്ങനെയാണ്? ആൽവിയോലസിലെത്തിയ വായുവിൽ നിന്നും ഓക്സിജനെ രക്തത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോലസിലേക്കും കൈമാറുന്നതാണ് ശ്വസനത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ശ്വസനത്തിൻ്റെ അടുത്ത ഘട്ടം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക അല്ലേ? ആൽവിയോലസ് എത്തിയ വായുവിൽ നിന്നും ഓക്സിജനെ രക്തത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോലസിലേക്കും കൈമാറുന്നതാണ് ശ്വസനത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ഇതിനെയാണ് ആൽവിയോലാർ വാതക വിനിമയം എന്ന് പറയുന്നത്. അപ്പോൾ ആൽവിയോലർ വാതക വിനിമയത്തിൽ നമ്മൾ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ആൽവിയോലസുകളും അവയെ പൊതിഞ്ഞിരിക്കുന്ന രക്തലോമികളിലെ രക്തവുമാണ് വാതക വിനിമയം നടക്കുന്നത്. അപ്പോൾ വാതക വിനിമയം നടത്തുന്നത് ആരാണ്? ആൽവിയോലസുകളും അവയെ പൊതിഞ്ഞിരിക്കുന്ന രക്തലോമികളിലെ രക്തവുമാണ്. എന്ന് നടക്കുന്നത് വാതക വിനിമയം നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ? ആൽവിയോലർ വാതക വിനിമയത്തിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട്. ഇതിൽ ഈർപ്പം പുറത്തുണ്ട്. ഈർപ്പം എന്ന് വെച്ചാൽ എന്താണ്? ശ്വസനവാതകങ്ങൾ ലയിക്കുന്നു, ഡിഫ്യൂഷൻ എളുപ്പമാക്കുന്നു. അതിൽ ഈർപ്പം എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ശ്വസനവാതകങ്ങൾ ലയിക്കുന്നു, ഡിഫ്യൂഷൻ എളുപ്പമാക്കുന്നു. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത കൂടുതലാണ്, ഓക്സിജൻ്റെ ഗാഢത കുറവുമായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത കൂടുതലും ഓക്സിജൻ്റെ ഗാഢത കുറവുമായിരിക്കും. പിന്നെ ആൽവിയോലസിൻ്റെ ഭിത്തി നൽകിയിട്ടുണ്ട് അല്ലേ? ഇത് പുറത്ത് കാണുന്നതാണ് ആൽവിയോലസിൻ്റെ ഭിത്തി എന്ന് പറയുന്നത്. അത് ഒറ്റനിര കോശങ്ങളാൽ നിർമ്മിതമാണ്. അതുപോലെ തന്നെ രക്തലോമികകളുണ്ട്. ഇവിടെ രക്തലോമിക ഭിത്തി നൽകിയിട്ടുണ്ട്. പിന്നെ ആൽവിയോലർ രക്തലോമിക എന്ന് പറയുന്ന സംഭവം എവിടെയെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. അതായത് കറക്റ്റ് ഓരോ ഭാഗങ്ങൾ കാണിക്കുന്നത്. ഈർപ്പുണ്ട്, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, ഓക്സിജൻ്റെ ഗാഢത കുറവാണ്, ആൽവിയോലസിൻ്റെ ഭിത്തിയുണ്ട്, രക്തലോമിക ഭിത്തിയുണ്ട്, ആൽവിയോലർ രക്തലോമികളുണ്ട്. ആൽവിയോലസിലെ വായുവും ആൽവിയോലാർ രക്തലോമികയിലെ രക്തവും തമ്മിലുള്ള അകലം 1 മില്ലിലിറ്ററിൻ്റെ 1000-1 താഴെയാണ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സർഫാക്റ്റൻ്റ് എന്ന് പറയുന്നത്?
സർഫെക്റ്റൻ്റ് എന്ന് വെച്ചാൽ വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കുവാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങാനും ആൽവിയോലസുകളെ സഹായിക്കുന്നത് അതിനുള്ളിലെ സർഫെക്റ്റൻ്റ് എന്ന പദാർത്ഥങ്ങളാണ്. അപ്പോൾ സർഫെക്റ്റൻ്റ് എന്താണ് ചെയ്യുന്നത്? വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കുവാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങുവാനും ആൽവിയോലസുകളെ സഹായിക്കുന്നത് അതിനുള്ളിലെ സർഫെക്റ്റൻ്റ് എന്ന പദാർത്ഥങ്ങളാണ്. ഇവയുടെ അളവ് തീരെ കുറവായാൽ വെന്റിലേഷൻ ബുദ്ധിമുട്ടായിരിക്കും. മാസം തികയാതെ ജനിക്കുന്ന ശിശുക്കളെയാണ് സാധാരണയായിട്ട് ഈ അവസ്ഥ കണ്ടുവരുന്നത്. അത്തരം നവജാത ശിശുക്കൾ മരണപ്പെടാനിടയുണ്ട്. അപ്പോൾ എന്താണ് സർഫെക്റ്റൻ്റ് എന്ന് പറഞ്ഞത്? വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കുവാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങുവാനും ആൽവിയോലസുകളെ സഹായിക്കുന്നത് അതിനുള്ളിലെ സർഫെക്റ്റൻ്റ് എന്ന പദാർത്ഥങ്ങളാണ്. ഇവ തീരെ കുറവാണെന്നുണ്ടെങ്കിൽ വെന്റിലേഷൻ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞു? ഉച്ഛ്വാസം നിശ്വാസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആൽവിയോലസ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ആൽവിയോലസ് എന്ന് പറയുന്നത് ചുരുങ്ങും വേണം, അതുപോലെ തന്നെ ഇത് ചുരുങ്ങണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ചുരുങ്ങണം എന്നുണ്ടെങ്കിൽ വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങുവാൻ ആൽവിയോലസിനെ സഹായിക്കുന്നത് ഈ സർഫെക്റ്റാണ്. അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് നവജാത ശിശുക്കളൊക്കെ മരണപ്പെടാൻ ഇടയുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ആൽവിയോലാർ വാതക വിനിമയത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആൽവിയോലാർ വാതക വിനിമയത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് സിസ്റ്റമിക് വാതക വിനിമയം എന്ന് പറയുന്നത്? അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താണ് സിസ്റ്റമിക് വാതക വിനിമയം എന്ന് വെച്ചാൽ എന്താണ്? കോശങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്ന് രക്തത്തിലേക്കും പ്രവേശിക്കുന്നു. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്ന് രക്തത്തിലേക്കും പ്രവേശിക്കുന്നതിനെയാണ് സിസ്റ്റമിക് വാതക വിനിമയം എന്ന് പറയുന്നത്. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്ന് രക്തത്തിലേക്കും പ്രവേശിക്കുന്നതിനെയാണ് സിസ്റ്റമിക് വാതക വിനിമയം എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് സംഭവിക്കും? 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ലയിക്കുന്നു. അതിൽ 7% കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ ലയിക്കും? പ്ലാസ്മയിൽ ലയിക്കുന്നു. 23% കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ ആകുന്നു. ബാക്കി 70% RBCയിലെ ജലവുമായി സംയോജിച്ച് ബൈകാർബണേറ്റ് ആകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെ ഓരോ ഭാഗങ്ങളായിട്ട് എന്താണ് ചെയ്യുന്നത്? 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിലേക്കും 70% RBCയിലെ ജലവുമായിട്ട് സംയോജിച്ചിട്ട് എന്തുണ്ടാകും? ബൈകാർബണേറ്റ് ഉണ്ടാകും. 23% ഹീമോഗ്ലോബിനുമായി ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ആകും. നെക്സ്റ്റ്, ആൽവിയോലാർ രക്തലോമികളിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിലെത്തുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാസ്മയിൽ ഓൾറെഡി 7% ഉണ്ടെന്നില്ലേ. ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടായിരുന്നു. ഇവ തമ്മിൽ വിഘടിപ്പിച്ച് വീണ്ടും എന്താണ് ചെയ്യുന്നത്? പ്ലാസ്മയിലേക്ക് എത്തിക്കുന്നു ആൽവിയോലാർ രക്തലോമികളിൽ വെച്ച്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഗാഢത പ്ലാസ്മയിൽ കൂടുതലായതിനാൽ ആൽവിയോലസിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. അങ്ങനെ നേരെ കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് പോകുകയാണ്. കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത പ്ലാസ്മയിൽ കൂടുതലാണ്. നമുക്കറിയാം അല്ലേ, ഗാഢത കൂടുതലുള്ളതിൽ നിന്നാണ് കുറവിലേക്ക് പോകുന്നത്. അപ്പോൾ പ്ലാസ്മയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത കൂടുതലായതിനാൽ ആൽവിയോലസിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. ഇനി നേരെ ഓപ്പോസിറ്റ് നടക്കുന്ന, അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചുള്ള പ്രവർത്തനം പറഞ്ഞു. ഇനി ഓക്സിജൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്? അങ്ങനെ ആൽവിയോലസിൽ ഓക്സിജൻ്റെ ഗാഢത കൂടുതലായതിനാൽ ആൽവിയോലാർ രക്തലോമികയിലെ രക്തത്തിലേക്ക് ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. അപ്പോൾ ആൽവിയോലസിൽ എന്താണ്? ഓക്സിജൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അത് നേരെ ആൽവിയോലിലെ രക്തലോമികളിലേക്ക് ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ശ്വാസകോശത്തിൽ വെച്ച് ചെറിയൊരു ഭാഗം ഓക്സിജൻ പ്ലാസ്മയിൽ ലയിക്കുന്നു. ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ത് ലയിക്കുന്നത്? പ്ലാസ്മയിൽ ലയിക്കുന്നത്. ബാക്കി ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നു. എന്താണ്? ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് എന്തായിരുന്നു? കാർബമിനോ ഹീമോഗ്ലോബിനായിരുന്നു. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിരുന്നു. കോശത്തിനടുത്ത് വെച്ച് ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജൻ സ്വതന്ത്രമാകുന്നു. കോശത്തിനടുത്ത് വെച്ചാണ് ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിപ്പിച്ചിട്ട് ഓക്സിജൻ സ്വതന്ത്രമാകുന്നത്. അങ്ങനെ രക്തത്തിൽ നിന്നും ഓക്സിജൻ ടിഷ്യൂ ദ്രവ്യത്തിലേക്കും അവിടെ നിന്ന് കോശങ്ങളിലേക്കും പ്രവേശിക്കുന്നു. രക്തത്തിൽ നിന്ന് ഓക്സിജൻ ടിഷ്യൂ ദ്രവ്യത്തിലേക്കും അവിടെ നിന്ന് കോശങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ഇതാണ് ആൽവിയോലാർ വാതക വിനിമയം എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് വായിച്ച് പറഞ്ഞാലൊന്നും കിട്ടുന്ന കാര്യമല്ല. എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ.
അപ്പോൾ എന്താണ് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇനി. നമ്മൾ അധികം നാളായിട്ടില്ല വീഡിയോസ് ഒന്നും ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെ അറിയിക്കട്ടെ നമ്മളെ. അപ്പോൾ നമുക്ക് നോക്കാം കോശ ശ്വസനം എന്ന് പറയുന്നത് എന്താണുള്ളത്. ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് കോശ ശ്വസനം എന്ന് പറയുന്നത്. കോശ ശ്വസനം എന്ന് വെച്ചാൽ എന്താണ്? കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജ്ജ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം എന്ന് പറയുന്നത്. അപ്പോൾ കോശ ശ്വസനം എന്ന് വെച്ചാൽ എന്താണ്? കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ചിട്ട് ഊർജ്ജ സ്വതന്ത്രമാക്കുക അല്ലേ. ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ചിട്ട് ഊർജ്ജം സ്വതന്ത്രമാക്കണം. എന്തുപയോഗിച്ചായിരിക്കും? ഓക്സിജൻ ഉപയോഗിച്ചായിരിക്കും. ഇത് കോശ ശ്വസനം നടക്കുന്നത് രണ്ട് പ്രവർത്തനമാണ്: ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ എന്താണ് നടക്കുന്നത്? കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. കോശദ്രവ്യത്തിലാണ് നടക്കുന്നത്. ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. അപ്പോൾ എന്താണ് ഗ്ലൈക്കോളിസിസ് എന്ന് വെച്ചാൽ? കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടമാണ്. കോശദ്രവ്യത്തിൽ നടക്കുന്നു. ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാക്കുന്നു. നെക്സ്റ്റ് ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിൾ എന്ന് വെച്ചാൽ കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ്. മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. ഓക്സിജൻ ആവശ്യമാണ്. പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു. 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. അപ്പോൾ ക്രെബ്സ് സൈക്കിൾ എന്തായിരുന്നു? കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ്. മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നു. ഓക്സിജൻ ആവശ്യമാണ്. പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു. 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇത് നടക്കുന്ന ഭാഗം എവിടെയാണ്? ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശദ്രവ്യത്തിലാണ്. അപ്പോൾ ക്രെബ്സ് സൈക്കിൾ നടക്കുന്നതോ മൈറ്റോകോൺട്രിയയിലാണ്. ഇനി ഇവിടെ എന്താണ് നടക്കുന്നത്? ഓക്സിജൻ ആവശ്യമുണ്ടോ? ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമില്ല. ക്രെബ്സ് സൈക്കിളിൽ ഓക്സിജൻ ആവശ്യമാണ്. പിന്നെ അവിടെ നടക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നതാണ് ഗ്ലൈക്കോളിസിസ് ചെയ്യുന്നത്. ക്രെബ്സ് സൈക്കിളിൽ വെച്ചാൽ എന്താണ്? ഈ പൈറൂവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറ്റുന്നു. ഗ്ലൈക്കോളിസിസിൽ 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ക്രെബ്സ് സൈക്കിളിലോ 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ഇതാണ് ശ്വസന പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കോശശ്വസന ഫലമായി ഉണ്ടാകുന്ന ATP തന്മാത്രകളാണ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. ATP തന്മാത്രകളാണ് ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡും ഒരു പരിധിവരെ ജലവും ഉടൻ തന്നെ നിശ്വാസവായുവിലൂടെ പുറന്തള്ളുന്നു. ഇപ്രകാരം ശ്വസനവാതകങ്ങളുടെ സംവഹനവും കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജ്ജ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയും ചേർന്നതാണ് ശ്വസനം എന്ന് പറയുന്നത്. അപ്പോൾ ശ്വസനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പരിധിവരെ ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഒക്കെ ഉടൻ തന്നെ നിശ്വാസവായുവിലൂടെ പുറന്തള്ളുന്നുണ്ട്. ഇപ്രകാരം ശ്വസനവാതകളുടെ സംവഹനവും കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയും കൂടിയാണ് ശ്വസനം എന്ന് പറയുന്നത്. അപ്പോൾ ശ്വസനം എന്ന് വെച്ചാൽ എന്നിട്ട് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജലവും കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് വിടുന്നതും കൂടിയാണ് ശ്വസനം എന്ന് പറയുന്നത്. ജീവലോകത്ത് നടക്കുന്ന മെറ്റാബോളിക് പ്രവർത്തനങ്ങളാണല്ലോ പ്രകാശ സംശ്ലേഷണവും ശ്വസനവും എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും ഒക്കെ പറഞ്ഞു. അപ്പം ഹാൻസ് അഡോൾഫ് ക്രെബ്സ് എന്ന് പറയുന്ന ആളുണ്ട്. ആളാരാണ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ, ക്രെബ്സ് എന്ന് പറയുന്ന ഒരാളാരാണ്? ക്രെബ്സ് പരിവർത്തീകരണം നടത്തിയ ആളായിരിക്കും. എന്നാൽ ജർമ്മൻ ബയോകെമിസ്റ്റ് ആണ് കോശശ്വസനത്തിലെ രണ്ടാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത്. അതിനാലാണ് ഈ ഘട്ടം ക്രെബ്സ് സൈക്കിൾ എന്നറിയപ്പെടുന്നത്. ഈ കണ്ടെത്തലിന് 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഫ്രിറ്റ്സ് ലിപ്മാനോടൊപ്പം അദ്ദേഹം പങ്കുവച്ചു. ഇനി എന്നാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അറിയാലോ. ഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ രക്തത്തിന് RBCക്ക് നിറം നൽകുന്ന ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ RBCയിലാണ് ഉള്ളത്, അറിയാവുന്ന കാര്യമാണ്. RBCയിലെ വർണ്ണകമാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ എന്താണ്? RBCയിലെ വർണ്ണകമാണ്. ഇരുമ്പാണ് മുഖ്യ ഘടകം എന്ന് പറയുന്നത്. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീൻ. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര 4 ഓക്സിജൻ തന്മാത്രകളായോ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളായോ സംവഹനം ചെയ്യുന്നു. ഹീമോഗ്ലോബിൻ്റെ അളവ് സ്ത്രീകളിൽ 12-16 GM/dL-ഉം രക്തം പുരുഷന്മാരിൽ 14-18 രക്തവുമാണ്. അളവ് കുറയുന്നത് അനീമിയയ്ക്ക് കാരണമാകുന്നു.
അപ്പോൾ ഹീമോഗ്ലോബിൻ എന്താണ് പറഞ്ഞത്? RBCയിലെ വർണ്ണകമാണ്. ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീനാണ്. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകളുണ്ട്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര 4 ഓക്സിജൻ തന്മാത്രകളായോ 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളായോ സംവഹനം ചെയ്യണം. ഹീമോഗ്ലോബിൻ അളവ് സ്ത്രീകളിൽ 12-16 പുരുഷന്മാരിൽ 14-18. അതിൻ്റെ ഹീമോഗ്ലോബിൻ അളവ് കുറയുന്നത് സംഭവിക്കും? അനീമിയയ്ക്ക് കാരണമാകുന്നു. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ശ്വസനം മറ്റു ജീവികളിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നോക്കുന്നത്. ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്ന വിവിധ ജീവികളിലെ കോശശ്വസന പ്രക്രിയ മനുഷ്യരുടേതിന് സമാനമാണ്. എന്നാൽ വാതക വിനിമയം, സംവഹനം എന്നിവയിലാണ് വ്യത്യാസമുള്ളത്. ശ്വസനമൊക്കെ സെയിം തന്നെയാണ്, കോശശ്വസന പ്രക്രിയയൊക്കെ. എന്നാൽ സംവഹനം, വാതക വിനിമയത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ നോക്കി, അമീബയിൽ എന്താണുള്ളത്? കോശശ്വസനമാണ് അല്ലേ ശ്വസനം നടക്കുന്നത്. മണ്ണിരയിലാണെങ്കിൽ ത്വക്കാണ്. മത്സ്യത്തിലാണെങ്കിൽ ശകുലങ്ങളാണ്. ഇനി സസ്യങ്ങളിലെ കോശശ്വസന പ്രക്രിയ മനുഷ്യനിലേതിന് സമാനമാണെന്ന് മനസ്സിലാക്കിയല്ലോ. എന്നാൽ ഇവയ്ക്ക് ശ്വസന വ്യവസ്ഥയോ വാതക സംവഹനത്തിനായിട്ടോ പ്രത്യേക അവയവങ്ങളില്ല. എന്നാൽ ഇല, കാണ്ഡം, വേര് എന്നിവിടങ്ങളിലെ വാതക വിനിമയത്തിന് പ്രത്യേക സംവിധാനങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഓരോ അവയവങ്ങളുള്ളതുപോലെ തന്നെ സസ്യങ്ങൾക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സസ്യങ്ങളിലെ എല്ലാ ഭാഗങ്ങളും ഇതിനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇലയിലും ഇളം കാണ്ഡങ്ങളിലുമുള്ള ചെറു സുഷിരങ്ങളായ സ്റ്റൊമാറ്റ, അറിയാലോ, ചെറിയ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ. ഇലയിലും കാണ്ഡത്തിലും കാണപ്പെടുന്നത് വാതക വിനിമയത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാണ്ഡത്തിന് എന്താണ്? കട്ടി കൂടിയ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിലുള്ള ചെറു സുഷിരങ്ങളായ ലെൻഡീസെല്ല് എവിടെയാണുള്ളത്? കാണ്ഡത്തിലും വേരിലുള്ള ചെറിയ സുഷിരങ്ങളാണ്. ഇനി മൺതരികൾക്കിടയിലുള്ള വായുവുമായി വാതക വിനിമയം നടത്തുന്ന വേരിലെ കോശങ്ങൾ. അപ്പോൾ 3 കോശങ്ങൾ പറഞ്ഞല്ലോ. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഇലയിലും ഇളം കാണ്ഡങ്ങളിലാണ് കാണപ്പെടുന്നത്. കട്ടി കൂടിയ കാണ്ഡത്തിലും വേരിലുമാണ് ലെൻഡീസെല്ലുകൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വേരിലെ കോശങ്ങൾ എന്നിവയെല്ലാം നടക്കുന്നുണ്ട്, വാതക വിനിമയം നടത്തുന്നുണ്ട്. സ്റ്റൊമാറ്റ പകൽ സമയങ്ങളിൽ തുറന്നിരിക്കുകയും രാത്രിയിൽ അടയ്ക്കുകയും ചെയ്യുന്നു. ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു. പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ തോത് കൂടുതലായതിനാൽ ഉണ്ടാകുന്ന ഓക്സിജനെ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുകയും അധികമുള്ള ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യുന്നു. ശ്വസനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. തികയാത്തത് അന്തരീക്ഷത്തിൽ നിന്നും സ്വീകരിക്കുന്നു. രാത്രികാലങ്ങളിൽ സ്റ്റൊമാറ്റ അടയുമ്പോൾ ഡിഫ്യൂഷനിലൂടെ ശ്വസനവാതകങ്ങളുടെ വിനിമയം നടക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വാതക വിനിമയം നടന്നത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് പകൽ സമയം തുറന്നാണ് ഇരിക്കുക, രാത്രി സമയങ്ങളിൽ അടഞ്ഞാണ് ഇരിക്കുന്നത്. ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഒരേ സമയം നടക്കുന്നുണ്ട് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നുണ്ട്. അപ്പോൾ പകൽ സമയത്താണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ തോത് കൂടുതലായിട്ടുണ്ടാകുക. അത് കാരണം ഓക്സിജൻ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ അധികമുള്ള ഓക്സിജൻ വരാണെന്നുണ്ടെങ്കിൽ അതിനെ പുറന്തള്ളുകയും ചെയ്യും. ശ്വസനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നത് നമുക്കറിയാം അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. തികയാത്തത് അന്തരീക്ഷത്തിൽ നിന്നും സ്വീകരിക്കണം. അങ്ങനെ രാത്രി കാലങ്ങളിലാണെങ്കിലോ സ്റ്റൊമാറ്റ അടയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഡിഫ്യൂഷനിലൂടെയാണ് വാതക വിനിമയം നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 2 ജീവി നൽകിയിട്ടുണ്ട്, ബാക്ടീരിയയും ഈസ്റ്റും നൽകിയിട്ടുണ്ട്. ലാക്ടോബേസിലസ് ബാക്ടീരിയയും അതുപോലെ തന്നെ ഈസ്റ്റിലെ ലാക്റ്റിക് ആസിഡ്, നമുക്കറിയാലോ പാലിൽ നടക്കുന്ന പാലിലുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ബാക്ടീരിയയാണ് ലാക്ടോബേസിലസ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാക്ടോബേസിലസ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആക്കി മാറ്റും, പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റും. ഇവിടെ 2 ATP ആണ് സ്വതന്ത്രമാകുന്നത്. ഇനി കോശദ്രവ്യം, ഇവിടെ 2 കോശദ്രവ്യം ഉണ്ട് കേട്ടോ. ഇനി ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറും. അതെന്തായിട്ട് മാറും? ഈസ്റ്റിൽ എന്താണ് നടക്കുന്നത്? ആൽക്കഹോളാണ് അല്ലേ. ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. 2 ATP സ്വതന്ത്രമാകുന്നു. അപ്പോൾ ഇതിനെയാണ് നിന്ന് പറയുന്നത് അനൈറോബിക് ശ്വസനം എന്ന് പറയുന്നത്. അപ്പോൾ അനൈറോബിക് ശ്വസനം എന്താണ്? ശ്വസനത്തിന് എന്ത് ആവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. അതിനെയാണ് അനറോബിക് ശ്വസനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലാക്ടോബേസിലസ് ബാക്ടീരിയയിലും ഈസ്റ്റിലും ലാക്ടോബേസിലസ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഗ്ലൂക്കോസും പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡായിട്ട് മാറാണ് ചെയ്യുന്നത്. ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ എന്താക്കി മാറും? ആൽക്കഹോളായിട്ടാണ് മാറുന്നത്.
മനുഷ്യനടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിച്ചാണ്. ഇത്തരം ശ്വസനത്തെയാണ് എയറോബിക് ശ്വസനം എന്ന് പറയുന്നത്. എയർ എന്ന് വെച്ചാൽ എന്താണ്? ശ്വസിക്കുക അല്ലേ, വായുവാണ് അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്? മനുഷ്യനടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിച്ചാണ്. ഇതിന് എയറോബിക് ശ്വസനം എന്ന് പറയും. എന്നാൽ ചില ബാക്ടീരിയകൾ, ഈസ്റ്റ് എന്നിവയിൽ ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിക്കാതെയാണ്. അതിനെയാണ് അനൈറോബിക് ശ്വസനം എന്ന് പറയുന്നത്. ഓക്സിജൻ ഉപയോഗിക്കാത്തതിനെയാണ് എന്ന് പറയുന്നത് അനൈറോബിക് ശ്വസനം എന്ന് പറയുന്നത്. 9ാമത്തെ ചാപ്റ്ററിന്റെ പേര് ശ്വസനവും വാതകങ്ങളുടെ വ്യാപനവും എന്നാണ്. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥ ഇതിൽ ഒരു ജോഡി ശ്വാസകോശങ്ങളും വായുസഞ്ചാര പാതയും അടങ്ങിയിരിക്കുന്നു. മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഒരു ജോഡി ശ്വാസകോശങ്ങളുണ്ട്, അതുപോലെ തന്നെ വായുസഞ്ചാര പാതയുമുണ്ട് അല്ലേ. വായുസഞ്ചാര പാത എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരാം? നമ്മൾ SCERT-ൽ കണ്ട അതേ സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വായുസഞ്ചാര പാത എന്ന് പറയുമ്പോൾ ബാഹ്യ നാസാരന്ധ്രങ്ങൾ വരുന്നുണ്ട്, അതുപോലെ നാസാഗ്രഹരം, അതിനുശേഷം ക്ലോമമുഖം, ഗ്രസനി, സ്വനപേടകം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, അൽവിയോളി അല്ലെങ്കിൽ എന്താണ് വായു അറയാണ് ഈ വായുസഞ്ചാര പാത എന്ന് പറയുന്നത്. ബാഹ്യ നാസാരന്ധ്രങ്ങളുണ്ട്, നാസാഗ്രഹരമുണ്ട്, നാസാഗഹ്വരമുണ്ട്, അതുപോലെ തന്നെ ക്ലോമമുഖം, പിന്നെ ഗ്രസനി, സ്വനപേടകം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, ആൽവിയോളി അല്ലെങ്കിൽ വായുറ. ഇങ്ങനെയാണ് നമ്മുടെ വായുസഞ്ചാര പാത വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ശ്വാസകോശം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCERT-ൽ പറഞ്ഞത് തന്നെയാണ്. ശ്വാസകോശം എന്ന് പറയുമ്പോൾ ശ്വാസകോശങ്ങൾ പ്ലൂറ എന്ന് പറയുന്ന 2 പാളിയുള്ള സ്തരം കൊണ്ട് മൂടിയിരിക്കുന്നു അല്ലേ. ശ്വാസകോശങ്ങളുടെ ആവരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലൂറയാണ് അല്ലേ. അപ്പോൾ ശ്വാസകോശങ്ങൾ പ്ലൂറ എന്ന് പറയുന്ന 2 പാളിയുള്ള സ്തരങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു. ഇനി ഈ 2 പാളികൾക്കിടയിലുള്ള പ്ലൂറൽ ദ്രാവകം ശ്വാസകോശത്തിൻ്റെ ഉപരിതലത്തെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും സ്തരങ്ങൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. അതായത് എന്താ പറയുന്നത്? ഈ 2 പാളികൾക്കിടയിലുള്ള, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഈ ശ്വാസകോശം എന്ന് പറയുമ്പോൾ ഏതാണ്? 2 പാളി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. 2 പാളി ഉണ്ടെന്ന് പറഞ്ഞു, 2 പാളിയുള്ള സ്ഥലം കൊണ്ട് മൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏതാണ് പാളിയുടെ പേര്? എന്തായിരുന്നു? പ്ലൂറ അല്ലേ. അപ്പോൾ പ്ലൂറ എന്ന് പറയുന്നത്, പ്ലൂറയ്ക്ക് 2 പാളി ഉണ്ടെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഈ പാളികൾക്കിടയിൽ എന്താണ്? ഒരു ചെറിയൊരു ദ്രാവകമുണ്ട്. ആ ദ്രാവകത്തെയാണ് പ്ലൂറൽ ദ്രാവകം എന്ന് പറയുന്നത് അല്ലേ. പ്ലൂറയിലെ ഉള്ളിലുള്ള ദ്രാവകത്തെ പ്ലൂറൽ ദ്രാവകം എന്നറിയപ്പെടുന്നു. ഈ പ്ലൂറൽ ദ്രാവകം എന്തിനാണ് സഹായിക്കുന്നത്? ശ്വാസകോശത്തിൻ്റെ ഉപരിതലത്തെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും സ്തരങ്ങൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കാനാണ് സഹായിക്കുന്നത്. ശ്വാസകോശത്തിൻ്റെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റുകളാണ് അൽവിയോളി എന്ന് പറയുന്നത്. ശ്വാസകോശത്തിൻ്റെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റുകളെയാണ് അൽവിയോളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്വാസകോശങ്ങൾ പ്ലൂറ എന്ന് പറയുന്ന 2 പാളിയുള്ള സ്ഥലം കൊണ്ട് മൂടിയിരിക്കുന്നു. ഈ 2 പാളികൾക്കിടയിലുള്ള പ്ലൂറൽ ദ്രാവകം ശ്വാസകോശത്തിൻ്റെ ഉപരിതലത്തിൽ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും സ്തരങ്ങൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. ശ്വാസകോശത്തിൻ്റെ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റുകളാണ് അൽവിയോളി എന്ന് പറയുന്നത്. ഇനി ശ്വസനത്തിൻ്റെ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. 1. അന്തരീക്ഷത്തിലെ വായു അകത്തേക്ക് എടുക്കുകയും ശ്വാസകോശ അറയിലെ കാർബൺ ഡൈ ഓക്സൈഡ് സമ്പുഷ്ടവായു പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു അല്ലേ. എന്താണ് ശ്വസനം എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ വായു പുറത്തേക്ക് എടുക്കും. അതായത് ഓക്സിജനാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ശ്വാസകോശ അറയിലെ കാർബൺ ഡൈ ഓക്സൈഡ് സമ്പുഷ്ടമായി പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഇതിനെയാണ് ശ്വസനം എന്ന് പറയുന്നത്. ഇനി ശ്വാസകോശത്തിലെ അൽവിയോളിയും അതുപോലെ തന്നെ രക്തവും തമ്മിലുള്ള വാതക കൈമാറ്റം അവിടെ നടക്കുന്നുണ്ട്. അൽവിയോളിയും രക്തവും തമ്മിലൊരു വാതക കൈമാറ്റം അപ്പോൾ അവിടെ നടക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞു അല്ലേ, കഴിഞ്ഞ SCERT-ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നതെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഉച്ഛ്വാസം നിശ്വാസം പറഞ്ഞാണ് നെക്സ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇനി വാതകങ്ങൾ രക്തത്തിലൂടെ വഹിക്കപ്പെടുന്നു അല്ലേ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ. അപ്പോൾ ഇവയ്ക്ക് എന്താണ്? രക്തത്തിലൂടെ വഹിക്കപ്പെടുന്നു. ഇനി രക്തവും കലകളും തമ്മിലുള്ള വാതക കൈമാറ്റം, രക്തവും കലകളും തമ്മിൽ വാതക കൈമാറ്റം നടക്കുന്നുണ്ട്. അതുപോലെ അപചയ പ്രവർത്തനങ്ങൾക്ക് ഓക്സിജൻ ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. അപചയ പ്രവർത്തനങ്ങൾ, അതായത് കാറ്റബോളിക് പ്രവർത്തനം, അതായത് നമുക്കറിയാം ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ഇതിൽ അപചയ പ്രവർത്തനങ്ങൾ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഉപയോഗിച്ചതോടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്വസനത്തിൻ്റെ ഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ശ്വസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നത്.
നടക്കണോ? അതിനുശേഷം ആൽവിയോളും രക്തവും തമ്മിൽ നിന്ന് നടക്കുന്നുണ്ട്, വാതക കൈമാറ്റം നടക്കുന്നുണ്ട്. അതിനുശേഷം ഈ വാതകങ്ങൾ രക്തത്തിലൂടെ വഹിക്കപ്പെടുന്നു. ഈ വാതകങ്ങൾ രക്തത്തിലൂടെ അങ്ങനെ ഒഴുകിപ്പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? രക്തവും കലകളും തമ്മിലുള്ള വാതക കൈമാറ്റം നടക്കും. അതിനുശേഷം അപചയ പ്രവർത്തനങ്ങൾക്ക് ഓക്സിജൻ ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഇനി ശ്വസനത്തിൻ്റെ പ്രവർത്തന വിധം എന്താണെന്ന് പറയുന്നുണ്ട്. ഉച്ഛ്വാസം, നിശ്വാസം. ഉച്ഛ്വാസം നിശ്വാസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു അല്ലേ? അപ്പോൾ ഉച്ഛ്വാസം എന്ന് വെച്ചാൽ എന്താണ്? അന്തരീക്ഷത്തിലെ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ഉച്ഛ്വാസം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇൻസ്പിരേഷൻ ആണ്, അതായത് നമ്മൾ വായു ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അന്തരീക്ഷത്തിലെ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ഇനി നിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിലെ വായു പുറന്തള്ളുന്ന പ്രക്രിയയാണ് നിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ഛ്വാസം എന്ന് വെച്ചാൽ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയാണ്. നിശ്വാസം എന്ന് വെച്ചാൽ വായു പുറന്തള്ളുന്ന പ്രക്രിയയാണ്. ഈ നിശ്വസനത്തിന് സഹായിക്കുന്ന 2 പേശികൾ ഏതൊക്കെയാണ്? ശ്വസനത്തിന് സഹായിക്കുന്ന 2 പേശികളാണ് ഡയഫ്രമും ഇന്റർകോസ്റ്റൽ പേശികളും. ശ്വസനത്തിന് സഹായിക്കുന്ന 2 പേശികൾ ഏതൊക്കെയാണ്? ഡയഫ്രമും ഇന്റർകോസ്റ്റൽ പേശികളുമാണ് ശ്വസനത്തിന് സഹായിക്കുന്ന 2 പേശികൾ. ഡയഫ്രം അതുപോലെ തന്നെ ഇന്റർകോസ്റ്റൽ പേശികൾ. ഇനി ഉച്ഛ്വാസം എന്താണ്, നിശ്വാസം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഉച്ഛ്വാസത്തിൽ എന്താ സംഭവിക്കാം? ഡയഫ്രം ഇന്റർകോസ്റ്റൽ പേശികൾ ചുരുങ്ങാണ് ചെയ്യുക അല്ലേ? ഉച്ഛ്വാസം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വായു ഉള്ളിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ വായു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡയഫ്രം അതുപോലെ തന്നെ ഇന്റർകോസ്റ്റൽ പേശികളൊക്കെ ചുരുങ്ങും. അപ്പോൾ ഔരസാശയത്തിന് വ്യാപ്തം കൂടും അല്ലേ? ഈ ഡയഫ്രം എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഡയഫ്രം ചുരുങ്ങാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടുത്തെ വ്യാപ്തം കൂടും അല്ലേ? ഔരസാശയ വ്യാപ്തം കൂടും. അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തെക്കാളും കുറയും. അതായത് ശ്വാസകോശത്തിൻ്റെ ഇതിനുള്ളിലുള്ള മർദ്ദം എന്ന് വെച്ചാൽ അന്തരീക്ഷ മർദ്ദത്തെക്കാളും കുറയാണ് ചെയ്യുന്നത് അല്ലേ? അന്തരീക്ഷ മർദ്ദത്തെക്കാളും കുറയാണ് ചെയ്യുന്നത്. മർദ്ദം കുറയാണ്, വ്യാപ്തം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? മർദ്ദം കുറയും. അപ്പോൾ അതായത് ഈ ശ്വാസകോശത്തിനുള്ളിലുള്ള മർദ്ദം എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുന്നത് അന്തരീക്ഷ മർദ്ദത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കറിയാം മർദ്ദം എപ്പോഴും എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? മർദ്ദം കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് പോകുന്നത് അല്ലേ? ഇപ്പോൾ മർദ്ദം കൂടിയത് എവിടെയാണ്? ഇപ്പോൾ അന്തരീക്ഷത്തിലാണ് അല്ലേ? മർദ്ദം കൂടിയത് എവിടെയാണ്? അന്തരീക്ഷത്തിലാണ് അല്ലേ? ശ്വാസകോശത്തിലെ മർദ്ദം എന്ന് വെച്ചാൽ എന്താണ്? കുറവാണ്. അപ്പോൾ മർദ്ദം കൂടിയ അന്തരീക്ഷത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് വായു പ്രവാഹം ഉണ്ടാകും. അങ്ങനെയാണ് ഉച്ഛ്വാസം നടക്കുന്നത്. അപ്പോൾ എന്താ മനസ്സിലായത്? ഉച്ഛ്വാസം എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം തന്നെ എന്ത് സംഭവിക്കും? ഡയഫ്രവും അതുപോലെ തന്നെ ഇന്റർകോസ്റ്റൽ പേശികളൊക്കെ ചുരുങ്ങിയപ്പോൾ ഇവിടുത്തെ വ്യാപ്തം കൂടി. ഏത് ഈ ഔരസാശയത്തിൻ്റെ വ്യാപ്തം കൂടി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ മർദ്ദം കുറഞ്ഞു അല്ലേ? ഇതിനുള്ളിൽ മർദ്ദം കുറഞ്ഞു. അപ്പോൾ അന്തരീക്ഷത്തിൽ മർദ്ദം കൂടുതലാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ മർദ്ദം എന്ന് പറയുന്നത് ശ്വാസകോശത്തിലൂടെ. അപ്പോൾ മർദ്ദം കൂടിയ ഭാഗത്ത്, മർദ്ദം കൂടിയെന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെയാണ്? അന്തരീക്ഷ മർദ്ദമാണ് അല്ലേ? മർദ്ദം കൂടിയത് അന്തരീക്ഷ മർദ്ദം, മർദ്ദം കുറഞ്ഞത് ശ്വാസകോശത്തിൽ അല്ലേ? ശ്വാസകോശത്തിനുള്ളിലുള്ള മർദ്ദം. അപ്പോൾ എന്ത് സംഭവിക്കും? മർദ്ദം കൂടിയ അന്തരീക്ഷത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് വായുപ്രവാഹം ഉണ്ടാകും. ഇതാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ഇനി നിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? നിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അല്ലേ? നിശ്വാസം എന്ന് വെച്ചാൽ വായു പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ്. അപ്പോൾ വായു പുറത്തേക്ക് വിടണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഡയഫ്രം ഇന്റർകോസ്റ്റൽ പേശികളൊക്കെ വികസിക്കും. അപ്പോൾ വികസിക്കുമ്പോൾ ഔരസാശയം വ്യാപ്തം കുറയും അല്ലേ? വ്യാപ്തം കുറയുകയാണെങ്കിൽ അവിടെ എന്തായാലും മർദ്ദം കൂടുതലായിരിക്കുമല്ലോ. ശ്വാസകോശത്തിനുള്ളിലെ മർദ്ദം കൂടുതലായിരിക്കില്ലേ? അന്തരീക്ഷ മർദ്ദത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ മർദ്ദം കൂടിയ ഭാഗത്ത് നിന്നാണ് മർദ്ദം. ഇപ്പം ഔരസാശയ വ്യാപ്തം കുറയാണ് ചെയ്യുക അല്ലേ? ഔരസാശയ വ്യാപ്തം കുറയാണെങ്കിൽ എന്ത് സംഭവിക്കാം? ശ്വാസകോശത്തിൻ്റെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തെക്കാളും കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? മർദ്ദം കൂടിയ അന്തരീക്ഷത്തിലേക്ക് വായുപ്രവാഹം ഉണ്ടാക്കുന്നു. അല്ലേ? അതായത് ഇവിടെ മർദ്ദം കൂടുതലാണ്. ഇതിനുള്ളിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? മർദ്ദം കൂടുതലാണ് അല്ലേ? മർദ്ദം കൂടുതലിൽ നിന്നും കുറഞ്ഞതിലേക്കല്ലേ എപ്പോഴും സഞ്ചരിക്കുക. അപ്പോൾ കുറവ് എവിടെയാണ്? പുറത്താണ് അല്ലേ? പുറത്താണ്, അന്തരീക്ഷത്തിലാണ് മർദ്ദം കുറവുള്ളത്. അപ്പോൾ ശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വായുപ്രവാഹം എന്ന് പറയുന്നത് മർദ്ദം കൂടി ശ്വാസകോശത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പോകും അല്ലേ? പ്രവാഹം ഉണ്ടാക്കും. ഓക്കെ, ഇതിനെയാണ് നിശ്വാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഉച്ഛ്വാസം, നിശ്വാസം. നെക്സ്റ്റ് ശ്വസന വ്യാപ്തങ്ങളും ശേഷികളും. അതായത് കുറച്ച് ടേംസുകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
നമുക്കിപ്പോൾ നമുക്ക് ഇത്രയ്ക്കൊന്നും പഠിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ പ്രിലിംസ് എക്സാമിനൊക്കെ ഈ ഒരു NCERT നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ബയോളജി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും ആദ്യമൊക്കെ പഠിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് ഇപ്പോൾ നടക്കുന്ന എക്സാമുകളിലൊക്കെ കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആദ്യമൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാവുന്ന, അതായത് നമുക്ക് പഠിക്കുകയാണെങ്കിൽ കിട്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ടൈഡൽ വ്യാപ്തം, ടൈഡൽ വോളിയം, അല്ലെങ്കിൽ എന്താണ് ടൈഡൽ വ്യാപ്തം അല്ലെങ്കിൽ ശ്വസന വ്യാപ്തം കേട്ടോ. അപ്പോൾ ഈ ടൈഡൽ വോളിയം ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ശ്വസന വ്യാപ്തമായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ രണ്ട് വേർഡും പഠിച്ചു വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ടൈഡൽ വോളിയം, ശ്വസന വ്യാപ്തം എന്ന് വെച്ചാൽ എന്താണ്? സ്വാഭാവിക ശ്വസനത്തിൻ്റെ ഫലമായി ഉച്ഛ്വസിക്കുകയോ നിശ്വസിക്കുകയോ ചെയ്യുന്ന വായുവിൻ്റെ വ്യാപ്തം. അതായത് നമ്മൾ സാധാരണ ശ്വസനം ഉണ്ടല്ലോ, ഈ സാധാരണ ശ്വസനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായു, അതുപോലെ തന്നെ പുറത്തേക്ക് വിടുന്ന വായുവില്ലേ, ഇതിൻ്റെ വ്യാപ്തത്തെയാണ് എന്ന് പറയുന്നത് ഈ ടൈഡൽ വോളിയം അല്ലെങ്കിൽ എന്താണ് ശ്വസന വ്യാപ്തം എന്ന് പറയുന്നത്. സ്വാഭാവിക ശ്വസനത്തിൻ്റെ ഫലമായിട്ട് ഉച്ഛ്വസിക്കുകയോ നിശ്വസിക്കുകയോ ചെയ്യുന്ന വായുവിൻ്റെ വ്യാപ്തത്തെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് ടൈഡൽ വോളിയം വരിക? 500 മില്ലിയാണ് വരിക കേട്ടോ. 500 ടൈഡൽ വോളിയത്തിൻ്റെ അളവ് പറയുന്നത്. നെക്സ്റ്റ് ഉച്ഛ്വാസ കരുതൽ വ്യാപ്തം അല്ലെങ്കിൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡാണ് പഠിക്കാൻ എളുപ്പം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വെച്ചാൽ എന്താണ്? ഉച്ഛ്വാസ കരുതൽ വ്യാപ്തം. ഉച്ഛ്വാസം അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻസ്പിറേറ്ററി എന്ന് വെച്ചാൽ എന്താണ്? ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഉച്ഛ്വാസത്തെയാണ് പറയുന്നത് അല്ലേ, വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ശക്തമായ ഉച്ഛ്വാസം കൊണ്ട് ഒരാൾക്ക് ഉള്ളിലേക്ക് എടുക്കുന്ന അധിക വായുവിൻ്റെ വ്യാപ്തത്തെയാണെന്ന് പറയുന്നത് ഉച്ഛ്വാസ കരുതൽ വ്യാപ്തം എന്ന് പറയുന്നത്. നമുക്ക് ആ പേരിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല, ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം 2500 മുതൽ 3000 മില്ലിയാണ്. 2500 മുതൽ 3000 വരുന്നത്. നെക്സ്റ്റ് നിശ്വാസ കരുതൽ വ്യാപ്തം. അപ്പോൾ നിശ്വാസമാണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആണല്ലേ. അപ്പോൾ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ശക്തമായ നിശ്വാസം കൊണ്ട് ഒരാൾക്ക് പുറത്തേക്ക് തള്ളാവുന്ന അധിക വായുവിൻ്റെ വ്യാപ്തമാണ് നിശ്വാസ കരുതൽ വ്യാപ്തം എന്ന് പറയുന്നത്. ശക്തമായ നിശ്വാസം കൊണ്ട് ഒരാൾക്ക് പുറത്തേക്ക് തള്ളാവുന്ന അധിക വായുവിൻ്റെ വ്യാപ്തം എത്രയാണ് വരിക? 1000 മുതൽ 1100 വരെയാണ് വരിക അല്ലേ. 1000 മുതൽ 1100 വരെയാണ് വരിക. ഇനി സുപ്രധാന ശേഷി അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി കേട്ടോ. വൈറ്റൽ കപ്പാസിറ്റി, സുപ്രധാന ശേഷി. ശക്തമായ നിശ്വാസത്തെ തുടർന്ന് ശക്തമായ ഉച്ഛ്വാസം കൊണ്ടെടുക്കാൻ പറ്റുന്ന പരമാവധി വായുവിൻ്റെ വ്യാപ്തത്തെയാണ് എന്തെന്ന് പറയുന്നത്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ശക്തമായ നിശ്വാസം, ശക്തമായ ഉച്ഛ്വാസം, അവിടെ ശക്തമാണ് അല്ലേ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ശക്തമായ നിശ്വാസത്തെ തുടർന്നിട്ട് ശക്തമായ ഉച്ഛ്വാസം കൊണ്ട് എടുക്കാൻ പറ്റുന്ന പരമാവധി വായുവിൻ്റെ വ്യാപ്തത്തെയാണ് സുപ്രധാന ശേഷി അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുന്നതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഉണ്ടായിരുന്നില്ലേ, ഏതൊക്കെയാണ്? ടൈഡൽ വോളിയം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉച്ഛ്വാസ കരുതൽ വ്യാപ്തം അല്ലെങ്കിൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നിശ്വാസ കരുതൽ വ്യാപ്തം അല്ലെങ്കിൽ ഈ RV അല്ലേ. അപ്പോൾ ഈ 3 കൂടി പ്ലസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റൽ കപ്പാസിറ്റി, സുപ്രധാന ശേഷി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ശിഷ്ടവ്യാപ്തം അല്ലെങ്കിൽ ശേഷിക്കുന്ന അളവ്. ശക്തിയായി നിശ്വസിച്ച ശേഷം ശ്വാസകോശത്തിൽ അവശേഷിക്കുന്ന വായുവിൻ്റെ വ്യാപ്തത്തെയാണ് ശിഷ്ടവ്യാപ്തം അല്ലെങ്കിൽ ശേഷിക്കുന്ന അളവ് എന്ന് പറയുന്നത്. ശക്തമായിട്ട് നമ്മൾ നിശ്വസിച്ചതിന് ശേഷം അപ്പോൾ അവിടെ കുറച്ച് അളവ് വായു അല്ലേ, കുറച്ച് വായു നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, ശേഷിച്ച വായു ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്ന് പറയും ശിഷ്ടവ്യാപ്തം അല്ലെങ്കിൽ ശേഷിക്കുന്ന അളവ് എന്ന് പറയും. ഏകദേശം 2500 മുതൽ 3000 ആണ് വരുന്നത്. ഇനി മൊത്തം ശ്വാസകോശ ശേഷി ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ശക്തമായ നിശ്വാസത്തിനൊടുവിൽ ശ്വാസകോശത്തിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി വായുവിൻ്റെ വ്യാപ്തം. ശക്തമായി നമ്മൾ നിശ്വസിച്ചു, അപ്പോൾ അതിനുശേഷം ശ്വാസകോശത്തിൽ ഉൾക്കൊള്ളുന്ന
പരമാവധി വായുവിൻ്റെ വ്യാപ്തമാണ് ഈ മൊത്തം ശ്വാസകോശ ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കാണാം? വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് എന്താണ് ശിഷ്ടവ്യാപ്തം ഉണ്ടല്ലോ. വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്തായിരുന്നു പറഞ്ഞത്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഫുള്ള് അല്ലേ, ശക്തമായിട്ട് നിശ്വാസമൊക്കെ ചെയ്ത സമയത്ത് അവിടെ ഫുള്ളായിട്ടുണ്ടായിരുന്ന വായുവിൻ്റെ വ്യാപ്തമായിരുന്നു. ഇനി ശിഷ്ടവ്യാപ്തം ഉണ്ടായിരുന്നു അല്ലേ, പറഞ്ഞു ബാക്കി അവശേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം മൊത്തം കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്താണ് ശ്വാസകോശത്തിലുള്ളതാണ് പറയുന്നത്, ശ്വാസകോശത്തിലാണല്ലോ പറയുന്നത്. അപ്പോൾ ശ്വാസകോശത്തിലെ TLC കാണാനായിട്ട് മൊത്തം ശ്വാസകോശ ശേഷി കാണുന്നതിനായിട്ട് VC + RV ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 ടേംസ് കേട്ടോ. സുപ്രധാന ശേഷി അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് ശിഷ്ടവ്യാപ്തമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടേംസുകൾ വരുന്നത്. ടൈഡൽ വ്യാപ്തം അല്ലെങ്കിൽ ശ്വസന വ്യാപ്തം, ടൈഡൽ വോളിയം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ സാധാരണ ശ്വസനത്തിൻ്റെ ഫലമായിട്ട് ഉച്ഛ്വസിക്കുമ്പോൾ നിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന വായുവിൻ്റെ വ്യാപ്തമാണ് 500 ml ആണ് വരുന്നത്, 500 ആണ് വരുന്നത്. ഇനി ഉച്ഛ്വാസകരത്തിൽ വ്യാപ്തം എന്ന് വെച്ചാൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയമാണ്. ശക്തമായ ഉച്ഛ്വാസം കൊണ്ട് ഒരാൾക്ക് ഉള്ളിലേക്ക് എടുക്കാവുന്ന അധിക വായുവിൻ്റെ വ്യാപ്തമാണ് ഉച്ഛ്വാസകരത്തിൽ വ്യാപ്തം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഏകദേശം എത്രയാണ്? 2500 മുതൽ 3000 ml ആണ് വരുന്നത്. ഇനി നിശ്വാസകരത്തിൽ വ്യാപ്തം എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വെച്ചാൽ എന്താണ്, ശക്തമായ നിശ്വാസം കൊണ്ട് ഒരാൾക്ക് പുറത്തേക്ക് തള്ളാവുന്ന അധിക വായുവിൻ്റെ വ്യാപ്തമാണ്. അപ്പോൾ ERV എന്ന് വെച്ചാൽ എത്രയാണ്? 1000 മുതൽ 1100 ml ആണ് വരുന്നത് അല്ലേ. നെക്സ്റ്റ് സുപ്രധാന ശേഷി നോക്കുകയാണെങ്കിൽ, വൈറ്റൽ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ശക്തമായ നിശ്വാസത്തെ തുടർന്ന് ശക്തമായ ഉച്ഛ്വാസം കൊണ്ട് എടുക്കാൻ പറ്റുന്ന പരമാവധി വായുവിൻ്റെ വ്യാപ്തമാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ 3 ടേംസും കൂടെ കൂട്ടിയാൽ മതി, വൈറ്റൽ കപ്പാസിറ്റി കിട്ടും. ഇനി ശിഷ്ടവ്യാപ്തം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇതിൻ്റെ ശേഷി അല്ലേ, ബാക്കി അതായത് ശിഷ്ടം അല്ലേ എന്ന് വെച്ചാൽ ശേഷിക്കുന്ന അളവ് അല്ലേ, എന്താണ് ശക്തമായി നിശ്വസിച്ച ശേഷം ശ്വാസകോശത്തിൽ അവശേഷിക്കുന്ന വായുവിൻ്റെ വ്യാപ്തമാണ് ഏകദേശം 2500 മുതൽ 3000 ml ആണ് വരിക. ഇനി മൊത്തം ശ്വാസകോശ ശേഷി അല്ലെങ്കിൽ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ശക്തമായ നിശ്വാസത്തിനൊടുവിൽ ശ്വാസകോശത്തിൽ ഉൾക്കൊള്ളുന്ന പരമാവധി വായുവിൻ്റെ വ്യാപ്തമാണ് മൊത്തം ശ്വാസകോശ ശേഷി അല്ലെങ്കിൽ ടോട്ടൽ ലങ് കപ്പാസിറ്റി. അത് കാണുന്നതിനായിട്ട് നമ്മൾ നേരത്തെ എല്ലാ ടേംസും കൂടെ പ്ലസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടും. എല്ലാ ടേംസും അതായത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സുപ്രധാന ശേഷി വൈറ്റൽ കപ്പാസിറ്റിയിൽ നമ്മൾ എല്ലാ ടേംസും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ പറഞ്ഞ 3 അതായത് ടൈഡൽ വോളിയം, പിന്നെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, അതുപോലെ തന്നെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം നമ്മളവിടെ പ്ലസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എന്ന് പറയുന്നത് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടേംസും വന്നു. അതിനുശേഷം നമ്മൾ ശിഷ്ടവ്യാപ്തമാണ് അല്ലേ, ശിഷ്ടവ്യാപ്തം എന്ന് പറയുമ്പോൾ എന്താണ്? RV ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് RV എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ ടേംസും വന്നു അല്ലേ. അപ്പോൾ എല്ലാം കൂടി കൂട്ടുന്നതാണ് ഈ ടോട്ടൽ മൊത്തം ശ്വാസകോശ ശേഷി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വാതക കൈമാറ്റം. വാതക കൈമാറ്റം എന്താണ്? 2 ഇടങ്ങളിൽ വെച്ചിട്ടാണ് വാതക കൈമാറ്റം നടക്കുന്നത്. എവിടെയൊക്കെയാണ്? ഒന്ന് അൽവിയോളിയും അതുപോലെ തന്നെ രക്തവും തമ്മിലാണ്. അൽവിയോളിയും അതുപോലെ തന്നെ രക്തവും തമ്മിലാണ്. അപ്പോൾ എന്താണ് ഈ അൽവിയോളി എന്ന് വെച്ചാൽ എന്താണ്? വായു അറയാണ് കേട്ടോ, വായു അറയാണ് അല്ലെങ്കിൽ നമുക്ക് വായു സഞ്ചികൾ എന്നൊക്കെ പറയാം. അപ്പോൾ അൽവിയോളും രക്തവും തമ്മിൽ എന്താണ് ഈ വാതക കൈമാറ്റം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്തവും കലകളും തമ്മിൽ നടക്കുന്നുണ്ട്. രക്തവും കലകളും തമ്മിൽ എന്തായാലും അറിയായിരിക്കും അല്ലേ. അപ്പോൾ അൽവിയോളും രക്തവും കലകളും തമ്മിലാണ് ശരിക്കും പറഞ്ഞാൽ വാതക വിനിമയം നടക്കുന്നത്. ആംശിക മർദ്ദം അടിസ്ഥാനമാക്കിയുള്ള വ്യാപനം വഴിയാണ് വാതക കൈമാറ്റം നടക്കുന്നത്. അതായത് ഒരു വാതകം അതിനെ കൂടിയ ആംശിക മർദ്ദമുള്ളയിടത്ത് നിന്നും കുറവ് ആംശിക മർദ്ദമുള്ളയിടത്തേക്ക് വ്യാപിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു മർദ്ദം കൂടുതലിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് എപ്പോഴും സഞ്ചരിക്കുക അല്ലേ. അപ്പോൾ അത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാതകം അതിനെ കൂടിയ ആംശിക മർദ്ദം ഉള്ളിടത്ത് നിന്ന് കുറവ് ആംശിക മർദ്ദം ഉള്ളിടത്തേക്ക് വ്യാപിക്കുന്നു. ഓക്സിജൻ്റെ ആംശിക മർദ്ദം PO2 എന്നും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആംശിക മർദ്ദം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് PCO2 എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇവിടെ പഠിച്ചു വെച്ചിരിക്കേണ്ടത് 2 വാതക കൈമാറ്റം നടക്കുമ്പോൾ 2 ഇടങ്ങളിൽ വെച്ച് വാതക കൈമാറ്റം നടക്കുന്നുണ്ട്. ഒന്ന് അൽവിയോളും രക്തവും തമ്മിലാണ്. 2 നോക്കുകയാണെങ്കിലോ രക്തവും കലകളും തമ്മിലാണ്. നെക്സ്റ്റ് വായു വഹനം, ഗ്യാസ് ട്രാൻസ്പോർട്ട്. ഓക്സിജൻ്റെ വഹനത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വഹനത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്സിജൻ്റെ വഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസകോശത്തിൽ ഓക്സിജനിൽ നിന്ന് വിവിധ കലകളിലേക്ക് കൊണ്ടുപോകുന്നതാണിത്. ശ്വാസകോശത്തിൽ ഓക്സിജൻ
വിവിധ കലകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഓക്സിജൻ്റെ വാഹനം എന്ന് പറയുന്നത് അല്ലേ. ഓക്സിജൻ പല ഭാഗത്തേക്ക് അല്ലേ പല കലകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് 2 വിധത്തിലാണ് നടക്കുന്നത്. ഒന്ന് ലയിച്ച രൂപത്തിലാണ്. ലയിച്ച രൂപത്തിൽ എന്ന് വെച്ചാൽ ഏകദേശം 3% ഓക്സിജൻ രക്തത്തിലെ പ്ലാസ്മയിലുള്ള ജലത്തിൽ ലയിപ്പിച്ച അവസ്ഥയിൽ കൊണ്ടുപോകുന്നു. ഒന്ന് ലയിപ്പിച്ച രൂപത്തിലാണ് കൊണ്ടുപോകുക, അതായത് 3% ഓക്സിജനും രക്തത്തിലെ പ്ലാസ്മയിലുള്ള ജലത്തിൽ ലയിപ്പിച്ച അവസ്ഥയിലാണ് കൊണ്ടുപോകുന്നത്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന രൂപത്തിലാണ്. അതായത് ബാക്കി വരുന്ന 97% ഓക്സിജനും RBCയിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. ഓക്കെ, ഓക്സിജൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനുമായിട്ട് സംയോജിക്കും. എന്ത് സംഭവിക്കും? ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. അപ്പോൾ ബാക്കി 97% നോക്കുകയാണെന്നുണ്ടെങ്കിലും RBCയിൽ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നുണ്ട്. ഇതിന് ഓക്സിനേഷൻ എന്നാണ് പറയുന്നത്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെയാണ് വഹിക്കാൻ കഴിയും. അപ്പോൾ ഓക്സിജൻ എങ്ങനെയൊക്കെയാണ് പോകുന്നത് അല്ലേ, ഓക്സിജൻ എങ്ങനെയാണ് വിവിധ കലകളിലേക്ക് പോകുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് ഒന്ന് ലയിച്ച രൂപത്തിലാണ്, അതായത് 3% ഓക്സിജനും രക്തത്തിലെ പ്ലാസ്മയിൽ, രക്തത്തിൽ എന്താണ് പ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ട് അല്ലേ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. SCERT-ലുണ്ട്, അല്ലാതെ തന്നെ NCERT-ൽ വരുന്നുണ്ട്. അപ്പോൾ പ്ലാസ്മയിലുള്ള ജലത്തിലേക്കും അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. രണ്ടാമതാണെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറിയിട്ടില്ലേ. ഈ ഓക്സിജൻ ഈ ഹീമോഗ്ലോബിനുമായിട്ട് എന്താണ് RBCയിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളതെന്ന് അറിയാലോ. അപ്പോൾ RBCയിൽ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നുണ്ട്. ഇതിനെ ഓക്സിനേഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെയാണ് വഹിക്കാൻ കഴിയുക. എത്രയാണ്? 4 ഓക്സിജൻ തന്മാത്രകളെയാണ് വഹിക്കാൻ കഴിയുന്നത്. നെക്സ്റ്റ്, ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജൻ ബൈൻഡിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് PO2, 2 PCO2. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ PO2 PCO2 എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഓക്സിജൻ്റെ ആംശിക മർദ്ദമാണ് PO2 എന്ന് പറയുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആംശിക മർദ്ദമാണെങ്കിൽ എന്താണ്? PCO2 ആണ്. അപ്പോൾ അത് രണ്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആംശിക മർദ്ദമുണ്ട്. പിന്നെ നോക്കിയേ H+ൻ്റെ അയോൺ അല്ലേ, H+ അയോൺ സാന്ദ്രത വരുന്നുണ്ട്. അതുപോലെ തന്നെ താപനില ഇവയൊക്കെയാണ് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നതിനെ, അതായത് ഓക്സിജൻ ബൈൻഡിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. താപനില, H+ അയോൺ സാന്ദ്രത, അതായത് pH അല്ലേ, pH, പിന്നെ PCO2 PO2. ക്ലിയർ ആണല്ലോ. ഇനി അൽവിയോളിൽ നിലനിൽക്കുന്ന ഉയർന്ന PO2, കുറഞ്ഞ PCO2, കുറഞ്ഞ H+ അയോൺ സാന്ദ്രതയും താഴ്ന്ന താപനിലയും ഓക്സി ഹീമോഗ്ലോബിൻ്റെ രൂപീകരണത്തിന് അനുകൂലമാണ്. അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ്റെ രൂപീകരണത്തിന് അനുകൂലമായിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൽവിയോളിൽ നിലനിൽക്കുന്ന ഉയർന്ന ആംശിക മർദ്ദം, അതായത് ഓക്സിജന് കൂടുതൽ ആംശിക മർദ്ദം. അതുപോലെ തന്നെ കുറഞ്ഞ, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആംശിക മർദ്ദം കുറവ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആംശിക മർദ്ദം കുറവ്. പിന്നെ കുറഞ്ഞ H+ അയോൺ സാന്ദ്രത, അതായത് pH വാല്യൂ കുറവ്. പിന്നെ താഴ്ന്ന താപനില. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ മാത്രമാണ് അല്ലേ, ഓക്സിജൻ്റെ മർദ്ദം മാത്രമാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ബാക്കി എല്ലാ ഘടകങ്ങളും കുറവാണ് വരുന്നത്. ഇനി കലകളിൽ കുറഞ്ഞ, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇനി കലകളിൽ വരാം അല്ലേ. അപ്പോൾ എൽവിയോളിലാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അൽവിയോളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് വായു അറയിൽ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലാണ്, ഓക്സിജൻ്റെ മർദ്ദം കൂടുതലാണ്. ബാക്കി എല്ലാ ടേംസും നമ്മൾ പറഞ്ഞു കുറവാണ് വരുന്നതെന്ന്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തിൽ വരുന്നുണ്ടായിരിക്കാം? കലകളിൽ വരായിരിക്കാം. കലകളിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഓക്സിജൻ കുറവായിരിക്കും അല്ലേ, PO2, അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ ആംശിക മർദ്ദം അല്ലേ, PO2 കുറവായിരിക്കും. ഉയർന്ന PCO2 ആയിരിക്കും, ഉയർന്ന pH ആയിരിക്കും, ഉയർന്ന താപനിലയായിരിക്കും. അപ്പോൾ അതിനാൽ തന്നെ അവിടെ എന്ത് സംഭവിക്കാം? HbO2, അതായത് ഈ ഓക്സി ഹീമോഗ്ലോബിൻ വിച്ഛേദിച്ചിട്ട് ഓക്സിജൻ സ്വതന്ത്രമാക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ താപനിലയൊക്കെ ഉയർന്നതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ചിട്ട് എന്ത് സംഭവിക്കും? ഓക്സിജൻ സ്വതന്ത്രമാക്കുന്നു. ഇനി ഓക്സി ഹീമോഗ്ലോബിൻ വിശ്ലേഷണ വക്രം നമുക്ക് കാണിച്ചിട്ടുണ്ട് ഒരു പിക്ചർ അല്ലേ. ഹീമോഗ്ലോബിൻ്റെ പൂരി ശതമാനവും, അതായത് പെർസെൻറ്റേജ് സാച്ചുറേഷൻ, ഓക്സിജൻ്റെ ആംശിക മർദ്ദവും ഒരു ഗ്രാഫിൽ ചിത്രീകരിച്ചാൽ ഒരു സിഗ്മോയിഡ് വക്രം ലഭിക്കുന്നു. ഈ വക്രത്തെ ഓക്സിജൻ വിശ്ലേഷണ വക്രം എന്ന് വിളിക്കുന്നു. ഓക്സി ഹീമോഗ്ലോബിൻ്റെ രൂപീകരണത്തിൽ PCO2, H+ അയോൺ സാന്ദ്രത മുതലായ ഘടകങ്ങളുടെ പ്രഭാവം പഠിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. അതായത് ഹീമോഗ്ലോബിൻ്റെ
പെർസെൻറ്റേജ് സാച്ചുറേഷനും അതുപോലെ തന്നെ ഓക്സിജൻ്റെ അംശിക മർദ്ദവും തമ്മിലുള്ള ഒരു ഗ്രാഫാണെന്ന് പറയുന്നത് ഓക്സി ഹീമോഗ്ലോബിൻ വിശ്ലേഷണ വക്രം എന്ന് പറയുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ ഓക്സിജൻ്റെ വാഹനത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാഹനമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നാണ്. ഒന്ന് ലയിച്ച രൂപത്തിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ലയിച്ച രൂപത്തിലാണെന്നുള്ളത്. ഓക്സിജനും ലയിച്ച രൂപത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ രണ്ടാമത് നമ്മൾ പറയുന്നത് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടായിരുന്നു അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ബൈ കാർബണേറ്റ് എന്ന രൂപത്തിലാണ്. ഓക്കെ, അതാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്, കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന രൂപത്തിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഓരോന്ന് എന്താണെന്നുള്ളത്. ലയിച്ച രൂപത്തിൽ ക്ലിയർ ആണല്ലോ. 7% കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ പ്ലാസ്മയിലുള്ള ജലത്തിൽ ലയിപ്പിച്ച അവസ്ഥയിൽ കൊണ്ടുപോകുന്നുണ്ട്. പ്ലാസ്മയിലുള്ള ജലത്തിൽ ലയിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് എന്ന് പറയുന്നത് ലയിപ്പിച്ച രൂപത്തിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത്. ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3% പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. ഏകദേശം 7% കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ പ്ലാസ്മയിലുള്ള ജലത്തിൽ ലയിപ്പിച്ച അവസ്ഥയിൽ കൊണ്ടുപോകുന്നു. 7% കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ പ്ലാസ്മയിലുള്ള ജലത്തിൽ ലയിപ്പിച്ച അവസ്ഥയിലാണ് കൊണ്ടുപോകുന്നത്. ഇനി ബൈ കാർബണേറ്റ് എന്ന രൂപത്തിൽ, ബൈ കാർബണേറ്റ് എന്ന് വെച്ചാൽ 68% കാർബൺ ഡൈ ഓക്സൈഡ് RBCക്കുള്ളിലെ ജലവുമായി ചേർന്ന് കാർബോണിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് 68% കാർബൺ ഡൈ ഓക്സൈഡ് RBCക്കുള്ളിലെ ജലവുമായി ചേർന്നിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു. ഇനി ഈ H2CO3 അതായത് ഈ കാർബോണിക് ആസിഡ് ഉടനെ വേർതിരിഞ്ഞ് ബൈ കാർബണേറ്റും H+ അയോണുകളും ഉണ്ടാകുന്നു. ഈ ഒരു കാർബോണിക് ആസിഡ് വേർതിരിഞ്ഞിട്ട് ബൈ കാർബണേറ്റും അതുപോലെ തന്നെ H+ അയോണും ഉണ്ടാകുന്നു. ഇതേ രൂപത്തിൽ ശ്വാസകോശത്തിൻ്റെ അരികിലെത്തി വിപരീത രാസപ്രവർത്തനം നടന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാക്കുന്നു. ഇതേ രൂപത്തിൽ ശ്വാസകോശത്തിൻ്റെ അരികിലെത്തിയിട്ട് വിപരീത രാസപ്രവർത്തനം നടന്നിട്ട് എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാക്കുന്നു. കാർബോണിക് അൺഹൈഡ്രേസ് എന്ന രാസാഗ്നിയാണ് ഈ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടുന്നത്. കാർബോണിക് ഹൈഡ്രേസ് എന്ന് പറയുന്ന രാസാഗ്നിയാണ് ഈ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടുന്നത്. അതായത് ബൈ കാർബണേറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ RBCക്കുള്ളിൽ ജലവുമായിട്ട് ചേർന്നിട്ട് അല്ലേ, RBCക്കുള്ളിൽ ജലവുമായിട്ട് ചേർന്നിട്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? കാർബോണിക് ആസിഡ് ഉണ്ടാക്കുന്നത് അല്ലേ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഈ RBCക്കുള്ളിൽ ജലവുമായിട്ട് സംയോജിച്ചിട്ടാണ് കാർബോണിക് ആസിഡ് ഉണ്ടാക്കുന്നത്. പിന്നീട് ഇത് വേർതിരിഞ്ഞിട്ട് ബൈ കാർബണേറ്റ് ആയിട്ട് മാറും, H+ അയോണുകളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ കാർബോണിക് ആസിഡ് ആദ്യം ഉണ്ടായി, പിന്നീട് ഇത് വിഘടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ബൈ കാർബണേറ്റ് ഉണ്ടായി, അതുപോലെ തന്നെ ബൈ കാർബണേറ്റും അതുപോലെ തന്നെ H+ അയോണും ഉണ്ടായി അല്ലേ. ബൈ കാർബണേറ്റ് ഉണ്ടായി, അതുപോലെ തന്നെ എന്താണ് H+ അയോണും ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഈ പ്രവർത്തനത്തിൽ ഇതേ രൂപത്തിൽ ശ്വാസകോശത്തിനരികിലെത്തി വിപരീത രാസപ്രവർത്തനം നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാക്കപ്പെടും. ഇതേ ഒരു പ്രവർത്തനം വിപരീത രാസപ്രവർത്തനം നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാക്കപ്പെടുന്നു. കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന ഒരു രാസാഗ്നിയുടെ എൻസൈം പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെ ഇതിൻ്റെയൊക്കെ വേഗത കൂട്ടുന്നുണ്ട് അല്ലേ, കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ ബൈ കാർബണേറ്റ് എന്ന രൂപത്തിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് 68% കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ കാർബോണിക് ആസിഡ് ഉണ്ടാകും. കാർബോണിക് ആസിഡ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? അത് വിഘടിക്കും അല്ലേ. ഈ കാർബോണിക് ആസിഡ് വിഘടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്തൊക്കെ മാറും? H+ അയോണായിട്ട് മാറും, അതുപോലെ തന്നെ ബൈ കാർബണേറ്റ് ആയിട്ട് മാറും. പിന്നീട് വിപരീത രാസപ്രവർത്തനം നടക്കും. അപ്പോൾ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാക്കപ്പെടും. ഇവിടെ ഉപയോഗിക്കുന്ന എൻസൈം എന്താണെന്ന് പറയുന്നതാണ് കാർബോണിക് അൺഹൈഡ്രേസ് ആണ് അല്ലേ, കാർബോണിക് അൺഹൈഡ്രേസ് ആണ്. ഇനി കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഈ RBCയിൽ ഹീമോഗ്ലോബിനുമായിട്ട് സംയോജിച്ചുണ്ടാകുന്നതാണ് അല്ലേ. ഏകദേശം 25% കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിൻ്റെ അമിനോ ഗ്രൂപ്പുമായി പ്രവർത്തിച്ചിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഇതേ രൂപത്തിൽ ശ്വാസകോശത്തിനരികിലെത്തി വിപരീത രാസപ്രവർത്തനം നടന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെയും വിപരീത രാസപ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ ആ രാസപ്രവർത്തനത്തിൽ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഹീമോഗ്ലോബിൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിന് അമിനോ ഗ്രൂപ്പുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നത്. അമിനോ ഗ്രൂപ്പുമായിട്ട് പ്രവർത്തിക്കുന്ന കാരണം കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വിപരീത രാസപ്രവർത്തനം നടക്കും. അതിനുശേഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ 3 രീതികൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വരുന്നത് ശ്വസന വ്യൂഹത്തിൻ്റെ തകരാറുകളാണ്. നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ്. എന്തൊക്കെയാണ് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ ആസ്മയുണ്ട്, എംഫസീമുണ്ട്, പിന്നെ തൊഴിൽ സംബന്ധിയായ
ശ്വസന വൈകല്യങ്ങളുമുണ്ട് അല്ലേ. ആസ്മ എന്ന് വെച്ചാൽ ശ്വസനിയുടെയും ശ്വസനികയുടെയും വീക്കം മൂലം ശ്വാസ തടസ്സമുണ്ടാകുന്നതാണ് ആസ്മ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എംഫസീമ. എംഫസീമ എന്ന് വെച്ചാലോ ആൽവിയോളർ ഭിത്തികൾ നശിക്കുന്നത് മൂലം ശ്വസന പ്രതലം കുറയുന്നു. പ്രധാന കാരണം സിഗരറ്റ് വലിയാണ്. അപ്പോൾ എംഫസീമ ഉണ്ടാകുന്നത് നമുക്ക് പറയാം എന്താണ്, ഈ നമ്മുടെ പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്, എംഫസീമയാണെന്ന് പറയാം അല്ലേ. അപ്പോൾ എംഫസീമ എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക, ഈ വായു അറിയണ്ടല്ലോ, ആൽവിയോളർ ഭിത്തികൾ നശിക്കുമ്പോൾ ശ്വസന പ്രതല കുറയാണ് ചെയ്യുന്നത്. അവിടെ ശ്വസിക്കുന്നതിനുള്ള ആ പ്രതലം ഉണ്ടല്ലോ, അത് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറയാണെങ്കിൽ എംഫസീമ ഉണ്ടാകും. ഇനി തൊഴിൽ സംബന്ധിയായ ശ്വസന വൈകല്യങ്ങൾ, അതായത് ചില വ്യവസായങ്ങൾ വളരെയധികം പൊടി ഉണ്ടാകുന്നുണ്ട്. അതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് ഈ സാഹചര്യത്തിൽ നേരിടാൻ കഴിയില്ല. ഈ പൊടിയുമായുള്ള ദീർഘനേര സമ്പർക്കം ഹൈബ്രോസിലേക്ക് നയിക്കുന്ന വീക്കം ഉണ്ടാക്കുന്നു. ഈ നാരുകളുള്ള കലകളുടെ പെട്ടെന്നുള്ള വർധനവ് ശ്വാസകോശ നാശത്തിന് കാരണമാകുന്നു. അത്തരം വ്യവസായങ്ങളിൽ തൊഴിലാളികൾ സംരക്ഷണ മാസ്കുകൾ ധരിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ തൊഴിൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഈ ശ്വാസകോശത്തെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എംഫസീമ, ആസ്മ, തൊഴിൽ സംബന്ധിയായ ശ്വസന വൈകല്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യലേക്ക് ഹൈപ്പ് ചെയ്യാതെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.